الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى ال سيدنا محمد رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحج أشهر معلومات فمن فرض فيهن الحج فلا رفث ولا فسوق ولا جدال في الحج وما تفعل من خير يعلمه الله وتزودوا فإن خير الزاد التقوى واتقون يا أولي الألباب. وقال حبيبنا وسيدنا وشفيعنا رسول الله صلى الله عليه وسلم: من خرج حاجا فمات كتب له أجر الحاج إلى يوم القيامة، ومن خرج معتمرا فمات كتب له أجر المعتمر إلى يوم القيامة، ومن خرج غازيا فمات كتب له أجر الغازي إلى يوم القيامة، أو كما قال رسول الله صلى الله عليه وسلم. സ്നേഹം പറഞ്ഞ ഹാജിമാരെ അജ്മമാരെ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഒരുമിച്ചുകൂടെ കബൂൽ ചെയ്യുമാറാകട്ടെ. നല്ല രീതിയിൽ പറയാനും കേൾക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല അമൽ ചെയ്യാനും നമുക്ക് എല്ലാവരും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ നന്മകൾ മുഴുവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ തിന്മകളെ, വീഴ്ചകളെ, കുറ്റങ്ങളെ, കുറവുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മളിന്ന് പറയാൻ ആഗ്രഹിക്കുന്ന വിഷയം പരിശുദ്ധമായ ഹജ്ജ് കർമ്മവുമായി ബന്ധപ്പെട്ട് സൗദി ഗവൺമെന്റ് പുറത്തിറക്കിയിരിക്കുന്ന അവരുടെ നിർദ്ദേശങ്ങളാണ്. ഈ വർഷത്തെ ഹജ്ജ് സൗദി അറേബ്യയിൽ താമസിക്കുന്ന സ്വദേശികൾക്കും വിദേശികൾക്കുമായി അവർ പരിമിതപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ കാരണം കൊണ്ട് ഇന്ത്യയിൽ നിന്നും ഹാജിമാർക്ക് പോകാൻ വേണ്ടി സാധിക്കുകയില്ല. എന്നാൽ അറിവ് കിട്ടിയതനുസരിച്ച് നമ്മുടെ ഹാജിമാർ വലിയ ദുഃഖത്തിലും പ്രയാസത്തിലുമായി. എന്നാൽ ഈ ഹാജിമാരോട് നമുക്ക് സ്നേഹപൂർവ്വം പറയാനുള്ളത്, നിങ്ങൾ നിരാശരാകരുത്, നിങ്ങൾക്ക് പ്രതീക്ഷ മതി എന്ന് മാത്രമാണ്. ഹദീസിന്റെയും ഖുർആന്റെയും സഹാബാക്കളുടെയും മഹാന്മാരുടെയും ജീവിതത്തിലൂടെയും ചരിത്രത്തിലൂടെയും നമ്മളൊന്ന് കണ്ണോടിക്കുമ്പോൾ ഹാജിമാർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന പ്രതിഫലം എത്ര മഹത്തരമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഇന്ന് ലോകം ഒരു പ്രത്യേകമായ ക്രമത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളൊന്നും ആലോചിക്കാത്തത്, നമ്മളൊന്നും പ്രതീക്ഷിക്കാത്തത് ഇന്ന് ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു നിമിഷം പോലും അടച്ചിടാൻ കഴിയില്ല എന്ന് വിചാരിച്ചിരുന്ന നിരവധി എയർപോർട്ടുകൾ, വിമാനത്താവളങ്ങളിൽ അടച്ചിട്ടു. തിരക്ക് പിടിച്ച എത്രയോ അപകടങ്ങൾ ദിനേന നടന്നിരുന്ന എത്രയോ റോഡുകൾ ഇന്ന് അടച്ചിടും. നമ്മൾ ഇന്ന് ലോകത്തേക്ക് ചുറ്റുപാടുകളിലേക്കൊന്ന് നോക്കുന്നുവെങ്കിൽ തിരക്ക് പിടിച്ച എല്ലാ ഇടങ്ങളും നിശ്ചലമായിരിക്കുക. ഇന്ന് എല്ലാ സ്ഥലത്തും ആളുകൾ സാമൂഹികമായ അകലം പാലിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തിനേറെ പറയണം, പരിശുദ്ധമായ റമദാൻ മാസത്തിൽ പള്ളികളിലേക്ക് പോകാൻ പോലും വിശ്വാസികൾക്ക് സാധിച്ചില്ല. ഇത് ഒന്നോ രണ്ടോ പ്രദേശങ്ങളിലല്ല, ലോകത്തിൽ മുഴുവൻ രാജ്യങ്ങളിലും ഈ ഒരവസ്ഥയാണ് യഥാർത്ഥത്തിൽ സംജാതമായിരുന്നത്. ഒരു സത്യവിശ്വാസിക്ക് പള്ളികൾ തടയപ്പെടുമ്പോൾ ഉണ്ടാകുന്ന വേദന, ദുഃഖം, പ്രയാസം എത്ര വലുതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അത് പ്രത്യേകിച്ച് റമദാൻ മാസത്തിലാകുമ്പോഴാണ്. ഇബാദത്തുകൾ കൊണ്ട് അനുഗ്രഹിക്കപ്പെടേണ്ട ഒരു റമദാൻ മാസം മുഴുവനും സ്വന്തം വീടുകളിലായി കഴിഞ്ഞുകൂടേണ്ട ഒരവസ്ഥ സംജാതമായിരുന്നു. എത്ര പ്രയാസത്തോടു കൂടിയായിരിക്കും ആ റമദാനിനെ യഥാർത്ഥത്തിൽ സത്യവിശ്വാസികൾ നീക്കിയിരിക്കുവാനും നമുക്ക് ആലോചിക്കാവുന്നതേയുള്ളൂ. ഇത്തികാഫും തറാവിയും അത് വെറും ഒരു സ്വപ്നം മാത്രമായി ഒതുങ്ങിപ്പോയ റമദാനാണ് നമ്മളുടെ കഴിഞ്ഞുപോയത്. എന്നിട്ടും അൽഹംദുലില്ലാഹ് നമ്മൾ വളരെ പ്രതീക്ഷ വെക്കുകയാണ്. ഇത്തികാഫും അതേപ്രകാരം തന്നെ തറാവിയും നമുക്ക് പള്ളികളിൽ വെച്ച് നമസ്കരിക്കാൻ വേണ്ടി സാധിച്ചില്ല എങ്കിലും നാം നമ്മുടെ വീടുകളിൽ ചെയ്യുന്ന വിവാദത്തുകൾ കാരണമായി അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് പരിപൂർണമായ പ്രതിഫലം ലഭിക്കും എന്നൊരു വിശ്വാസത്തോടു കൂടിയാണ് ഈ റമദാനിൽ നാം വിവാദത്തുകൾ ചെയ്യുന്നത്. ഇന്ന് ലോകത്ത് മാറിക്കൊണ്ടിരിക്കുകയാണ്. ജുമാ ജമാഅത്തുകൾ നമുക്ക് ധാരാളമായി നഷ്ടപ്പെട്ടു. എങ്കിലും നമ്മൾ പ്രതീക്ഷ കൈവിടുന്നില്ല. അല്ലാഹു നമ്മൾ പ്രതീക്ഷ വെച്ചു. ആ പ്രതീക്ഷ അല്ലാഹു സുബ്ഹാനഹു വ തആല സഫലമാക്കുമാറാകട്ടെ. യഥാർത്ഥമായ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ധാരാളം ഹദീസുകളിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. എന്റെ പ്രിയപ്പെട്ട ഹാജിമാരോട്, ഹജ്ജുമ്മമാരോട്, ഏറ്റവും ബഹുമാനം നിറഞ്ഞ ഹജ്ജ് ഉദ്ദേശിച്ച ആളുകളോട്, നിങ്ങൾ ഹാജിമാരെന്ന് പറയാനുള്ള കാരണം ഹാജി എന്ന പദത്തിന്റെ അർത്ഥം തന്നെ ഹജ്ജ് ഉദ്ദേശിക്കുന്നതാണ്. ഹജ്ജ് ചെയ്തില്ല എങ്കിലും ഹജ്ജ് ഉദ്ദേശിച്ചതിന്റെ പേരിലാണ് നമ്മൾ മക്കയിലും മദീനയിലും പോകുമ്പോൾ യാ ഹാജി യാ ഹാജി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ ഉണർത്തുന്നത് ഹജ്ജ് ഉദ്ദേശിച്ച് വന്ന ആളും എന്ന നിലയിലാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ഹാജിമാരെന്നും ഹജ്ജുമ്മമാരെന്നും അഭിസംബോധന ചെയ്യുന്നത്. എന്റെ പ്രിയങ്കരായ എന്റെ ഹാജിമാരോടും ഹജ്ജുമ്മമാരോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ യാതൊരു വിധത്തിലും അള്ളാഹുവിന്റെ കാരുണ്യത്തെ കുറിച്ച് നിങ്ങൾ ഒരിക്കലും തന്നെ നിരാശരാകേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന പ്രതിഫലം ആ അമലുകൾ ചെയ്യാതെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.
നമുക്കറിയാൻ വേണ്ടി സാധിക്കും. ഒരു മനുഷ്യന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകളിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഒരു മനുഷ്യന് ജമാഅത്ത് നമസ്കാരത്തിന് വേണ്ടി പള്ളിയിലേക്ക് പുറപ്പെട്ടു. ആ ജമാഅത്ത് നമസ്കാരം അവന് നിർവഹിക്കാൻ വേണ്ടി സാധിച്ചില്ല. ആ ജമാഅത്ത് നമസ്കാരത്തിൽ എത്തുമ്പോഴേക്കും ആ ജമാഅത്ത് കഴിഞ്ഞു പോവുകയും ചെയ്തിരിക്കുന്നു. എങ്കിൽ ആ മനുഷ്യൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒറ്റക്കാണ് ആ മനുഷ്യൻ ആ പള്ളിയിൽ വെച്ച് നമസ്കരിച്ചതെങ്കിൽ പോലും അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുന്നതും അവന് സമ്പൂർണ്ണമായ പ്രതിഫലം നൽകുന്നതുമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകളെ ഉദ്ധരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഉലമാക്കൾ പ്രസ്താവിക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് നാം പ്രതീക്ഷയോടുകൂടിയാണ് അള്ളാഹുവിനെ സമീപിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും തന്നെ അവന്റെ അടിമകളോട് ഒരിക്കലും തന്നെ അവൻ വളരെ കോപത്തോടുകൂടി പെരുമാറുന്നതല്ല. മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നോക്കുന്നത് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് മാത്രമാണ്. ഹൃദയം കൊണ്ട് അത്യുദ്ദേശിക്കുകയും അതിനുവേണ്ടി സാമ്പത്തികമായ നമ്മൾ മാറ്റിവെക്കുകയും അതിനുവേണ്ടി തയ്യാറെടുപ്പുകൾ നടത്തുകയും ചെയ്ത ഹാജിമാരെ നമുക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സമ്പൂർണ്ണമായ ഹജ്ജിന്റെ പ്രതിഫലം നൽകും. അതൊരിക്കലും തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് നഷ്ടപ്പെടുത്തുകയില്ല. എല്ലാ അമലുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുന്നത് നമ്മൾ ആലോചിച്ച് നോക്കിയാൽ മതി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകളിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. റിയാദുസ് സാലിഹീൻ പോലുള്ള കിതാബുകളിൽ ആദ്യമായി എഴുതി വെച്ച ഹദീസ് ഇത് തന്നെയായിരുന്നു. നിയ്യത്തിനെ കുറിച്ചുള്ള ഹദീസ് നമ്മൾ ആലോചിച്ച് നോക്കിയാൽ മതി. നമ്മുടെ അൽഹംദുലില്ലാഹ് അല്ലാഹുവിന് വേണ്ടിയാണ് ഒരു കർമ്മം നിർവഹിക്കാൻ ഉദ്ദേശിച്ചിരുന്നതെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിയ്യത്തനുസരിച്ച് അവന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലം നൽകുന്നതാണ്. അല്ലെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാതി വ ഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവ. മുഴുവൻ കർമ്മങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുന്നത് നിയ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. യഥാർത്ഥമായ ഇഖ്ലാസോടുകൂടി ഹജ്ജ് ചെയ്യണമെന്ന നിയ്യത്ത് വെക്കുകയും അതിനുവേണ്ടി പണമടക്കുകയും അതിനുവേണ്ടി കാത്തിരിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിപൂർണമായ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും. ഒരു മുഅ്മിന്റെ അമലിനേക്കാളും ശ്രേഷ്ഠമാണ് അവന്റെ നിയ്യത്ത് എന്ന് നമുക്ക് കിതാബുകളിൽ കാണാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് നമ്മുടെ നിയ്യത്ത് അൽഹംദുലില്ലാഹ് നല്ലതായിരുന്നുവെങ്കിൽ ഹജ്ജ് ചെയ്യാതെ തന്നെ ഹജ്ജിന്റെ പരിപൂർണമായ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകും. നമ്മുടെ നാടുകളിൽ നമസ്കാരം മുടങ്ങിപ്പോയി. എത്രയോ മാസങ്ങൾ അല്ലെങ്കിൽ ദിവസങ്ങൾ നമുക്ക് പള്ളികളിലേക്ക് പോകാൻ വേണ്ടി സാധിച്ചില്ല. ആ സമയത്ത് ബഹുമാനപ്പെട്ട ഉലമാക്കൾ നമുക്ക് അറിയിച്ചെന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി, ആരെല്ലാം പള്ളിയിൽ പോയി നിർവഹിക്കുന്ന കാലഘട്ടം ഉണ്ടായിരുന്നോ അവർക്ക് കിട്ടുന്ന അതേ പ്രതിഫലം തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ വീടുകളിൽ വെച്ച് നിങ്ങൾ ചെയ്യുമ്പോഴും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലം നൽകുമെന്ന് ബഹുമാനപ്പെട്ട ഉലമാക്കൾ നമുക്ക് വിശദീകരിച്ചു തരികയുണ്ടായി. ഒരു മനുഷ്യൻ രോഗം കാരണമായോ യാത്ര കാരണമായോ തന്റെ ജീവിതകാലത്ത് മുഴുവൻ ചെയ്തിരിക്കുന്ന അമലുകളിൽ എന്തെങ്കിലും വീഴ്ചകൾ വന്നു പോയി കഴിഞ്ഞാൽ അവൻ ആരോഗ്യമായ കാലത്ത് ചെയ്തിരിക്കുന്ന അതിന്റെ പ്രതിഫലം നൽകുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് സന്തോഷ വാർത്ത അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്റെ ബഹുമാനപ്പെട്ട ഹാജിമാരോടും ഹജ്ജിമാരോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങളൊരിക്കലും തന്നെ നിരാശരാകരുത്. അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ പ്രതീക്ഷ വെക്കുകയും അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന പ്രതിഫലം പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുവെങ്കിൽ നിങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഹജ്ജിന്റെ യഥാർത്ഥമായ പ്രതിഫലം നിങ്ങളുടെ കിതാബുകളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുക തന്നെ ചെയ്യും. ഈ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഞാൻ ആദ്യമായി ഓതിവെച്ച ആ ഹദീസ് നിങ്ങളൊന്ന് കേൾക്കേണ്ടതുണ്ട്. തർഗീബ് എന്ന കിതാബിൽ വരുന്ന ഹദീസാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഹദീസ് റിവായത്ത് ചെയ്തിരിക്കുന്നത് അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു. അദ്ദേഹം പറയുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആരെങ്കിലും ഹജ്ജ് ഉദ്ദേശിച്ചുകൊണ്ട് പുറപ്പെട്ടു എന്നിട്ട് ആ മനുഷ്യൻ ഹജ്ജ് നിർവഹിക്കുന്നതിന് മുമ്പായി മരണപ്പെട്ടു കഴിഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആ മനുഷ്യന് ഖിയാമത്ത് നാൾ വരെ ഹജ്ജ് നിർവഹിച്ച പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നതാണ്. ഒരു മനുഷ്യൻ ഉംറ നിർവഹിക്കാൻ വേണ്ടി പുറപ്പെട്ടു, ഉംറ നിർവഹിക്കുന്നതിന് മുമ്പായി ആ മനുഷ്യൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആ മനുഷ്യന് ഖിയാമത്ത് നാൾ വരെ ഉംറ നിർവഹിച്ച പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നതാണ്. ഒരു മനുഷ്യന് ജിഹാദിന് വേണ്ടി പുറപ്പെട്ടു, ആ മനുഷ്യന് ജിഹാദിൽ പങ്കെടുക്കാൻ വേണ്ടി സാധിച്ചില്ല, വഴിയിൽ വെച്ച് മരണപ്പെട്ടു പോയി, എങ്കിൽ ആ മനുഷ്യന് ഖിയാമത്ത് നാൾ വരെ ജിഹാദിൽ പ്രവേശിച്ച പ്രതിഫലം ലഭിക്കുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് അറിയിച്ചു തന്നിരിക്കുകയാണ്. മറ്റൊരു ഹദീസ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും, ആ ആളുകൾക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളെ ഹജ്ജിന് വേണ്ടി ഉംറയ്ക്ക് വേണ്ടി എല്ലാ വർഷവും പറഞ്ഞയക്കും എന്ന് നമുക്ക് ഹദീസിന്റെ കിതാബുകളിൽ കാണാൻ വേണ്ടി സാധിക്കും. നാം മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി, ഹജ്ജ് നിർവഹിക്കാൻ വേണ്ടി സാധിച്ചില്ല എന്നതിന്റെ പേരിൽ നമ്മളൊരിക്കലും തന്നെ നിരാശരാകേണ്ട ആവശ്യമില്ല. എത്രയോ സംഭവങ്ങൾ ഹജ്ജിന്റെ കിതാബുകൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഒരു ഉദാഹരണം, അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു റഹ്മത്തുള്ളാഹി തആലയുടെ ഒരു ഉദാഹരണം നമുക്ക് അൽഹംദുലില്ലാഹ് കിതാബുകളിൽ കാണാൻ വേണ്ടി സാധിക്കും. അദ്ദേഹം ഹജ്ജിന് വേണ്ടി പുറപ്പെട്ടു. ഹജ്ജിന് വേണ്ടി അദ്ദേഹം തന്റെ സമ്പത്ത് മുഴുവനും അദ്ദേഹം ഹജ്ജിന് വേണ്ടിയുള്ള യാത്രാ സാമഗ്രികൾ ഒരുമിച്ച് കൂട്ടി ഹജ്ജിന് വേണ്ടി അദ്ദേഹം പുറപ്പെട്ടു. വഴിയിലെത്തിയപ്പോൾ അദ്ദേഹം കാണുന്നത് ഒരു സ്ത്രീ, ഒരു ശവം, ഒരു താറാവിന്റെ ശവമാണെന്ന് തോന്നുന്നു,
അവരത് പെറുക്കിയെടുക്കുകയാണ്. അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു തആല കരുതിപ്പോയി, ഇതൊരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഹറാമാണല്ലോ ശവം ഭക്ഷിക്കല്. ആർക്കു വേണ്ടിയായിരിക്കും ഈ സ്ത്രീ ഈ ശവമായി പോകുന്നത്? അദ്ദേഹം ആലോചിക്കുക, ഏതെങ്കിലും സത്രത്തിലെ ജീവനക്കാരാണ് അദ്ദേഹത്തിന്റെ ഭർത്താവെങ്കിൽ അവർക്ക് ഹറാമ് തിരിക്കാൻ ഇത് കാരണമായി പോകും എന്ന് അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു തആല കരുതുകയും ആ സ്ത്രീയുടെ പിന്നാലെ ആ സ്ത്രീയുടെ വീട്ടിലേക്ക് പോവുകയും ചെയ്തു. ആ സ്ത്രീയുടെ വീട്ടിലേക്ക് എത്തി അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റഹ്മത്തുള്ളാഹി തആല അദ്ദേഹം ആ സ്ത്രീയുടെ വീട്ടിലെത്തി കാര്യങ്ങൾ അന്വേഷിച്ചു. അവർ പറഞ്ഞു, ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങൾക്ക് ഭർത്താവ് ഉണ്ടായിരുന്നു. ഭർത്താവ് മരണപ്പെട്ട ഏകദേശം 4 ദിവസമായി. ഞാൻ 4 പെൺകുട്ടികളുമാണ് ഈ വീട്ടിൽ താമസിക്കുന്നത്. ഞങ്ങൾക്ക് ഈ 4 ദിവസമായി ഭക്ഷിക്കാൻ വേണ്ടി ഒന്നും കിട്ടിയില്ല എന്ന് പറയുകയും അദ്ദേഹം അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു തആല അൻഹുവിനോട് ഈ സംഭവം വിവരിക്കുകയും ആ സ്ത്രീ വിവരിക്കുകയും ചെയ്തു. അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു തആല അൻഹു താൻ ഹജ്ജിനു വേണ്ടി കരുതിയ സമ്പത്ത് ആ സ്ത്രീക്ക് കൊടുക്കുകയും നിങ്ങൾ നിങ്ങളുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കുകയും ചെയ്യുക എന്ന് പറയുകയും ആ വർഷത്തെ ഹജ്ജിൽ അദ്ദേഹത്തിന് പങ്കെടുക്കാൻ വേണ്ടി സാധിക്കുകയും ചെയ്തു. പക്ഷെ നമ്മുടെ ചരിത്രം മനസ്സിലാക്കുന്ന ആളുകൾക്ക് അദ്ദേഹത്തിന്റെ കിതാബുകളിൽ കാണാൻ വേണ്ടി സാധിക്കും, അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു തആല അൻഹു ഹജ്ജ് ചെയ്തതായി അദ്ദേഹത്തിന്റെ കിതാബുകളിൽ വലിയ സംഭവങ്ങളായി അത് വിവരിച്ചു കൊടുത്തു. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ ഹജ്ജ് സ്വീകരിക്കപ്പെട്ടതായി അറിയിക്കുകയും ചെയ്തതായി നമുക്ക് കിതാബുകളിൽ കാണാൻ വേണ്ടി സാധിക്കും. ഇങ്ങനെ എത്രയോ സംഭവങ്ങൾ ഹജ്ജിന്റെ കിതാബുകൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ബാഗ്ദാദിലെ ഒരു ചെരുപ്പ് കുത്തിയുടെ സംഭവം ഹജ്ജിന്റെ എല്ലാ കിതാബുകളിലും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അദ്ദേഹം ഒരു ചെരുപ്പ് കുത്തിയായിരുന്നു. ജീവിതത്തിന്റെ വലിയൊരു അഭിലാഷമായിരുന്നു അദ്ദേഹത്തിന് ഹജ്ജ് ചെയ്യുക എന്നുള്ളത്. ഹജ്ജ് ചെയ്യാൻ വേണ്ടി അദ്ദേഹം സാമ്പത്തികമായ എല്ലാ സംഗതികളും അദ്ദേഹം ഒരുമിച്ച് കൂട്ടി. എത്രയോ വർഷങ്ങളുടെ അധ്വാനം കൊണ്ടാണ് അദ്ദേഹം ഒരുമിച്ച് കൂട്ടുന്നത്. പക്ഷെ ആ വർഷം അദ്ദേഹത്തിന് ഹജ്ജ് ചെയ്യാൻ വേണ്ടി സാധിച്ചില്ല. പക്ഷെ ആ വർഷം ഏകദേശം 6 ലക്ഷത്തോളം ആളുകൾ ഹജ്ജ് ചെയ്തു. ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരു മഹാൻ സ്വപ്നം കണ്ടു. ഈ വർഷം ഏകദേശം ഇത്രയും ആളുകൾ ഹജ്ജ് ചെയ്തെങ്കിലും വളരെ ചുരുങ്ങിയ ആളുകളുടെ ഹജ്ജ് മാത്രമേ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിച്ചിട്ടുള്ളൂ. ആ സ്വീകരിക്കപ്പെട്ട ആളുകളുടെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മുഴുവൻ ആളുകൾക്കും പുറത്തു കൊടുത്തിരിക്കുന്നു. ആ സ്വീകരിക്കപ്പെട്ട ആളുകളുടെ കൂട്ടത്തിൽ അദ്ദേഹം സ്വപ്നത്തിൽ കണ്ടു, ബാഗ്ദാദിൽ നിന്നുള്ള ഒരു ചെരുപ്പ് കുത്തി അദ്ദേഹം സ്വപ്നത്തിൽ കണ്ടു. അദ്ദേഹം ആലോചിച്ചു പോയി, ചെരുപ്പുകുത്തി ജീവിക്കുന്ന ഒരു മനുഷ്യന്റെ ഹജ്ജ് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തുകൊണ്ടാണ് ഈ വർഷം കബൂൽ ചെയ്തത്, സ്വീകരിക്കപ്പെട്ടത്? എത്രയോ ഉലമാക്കളുണ്ട്, എത്രയോ അല്ലാഹുവിന്റെ ആരിഫുകളുണ്ട്, എത്രയോ അല്ലാഹുമായി അടുത്ത അല്ലാഹുവിന്റെ ദാസന്മാരുണ്ട്. അവരിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ചെരുപ്പ് കുത്തി ജീവിക്കുന്ന ഒരു മനുഷ്യൻ എന്തുകൊണ്ട് തെരഞ്ഞെടുത്തു എന്ന് അദ്ദേഹം ആലോചിക്കുകയും ആ ചെരുപ്പുത്തിയെ കാണാൻ വേണ്ടി അദ്ദേഹം ബാഗ്ദാദിലേക്ക് യാത്ര ചെയ്ത് പുറപ്പെടുകയും ചെയ്തു. അദ്ദേഹം ബാഗ്ദാദിലെത്തി അദ്ദേഹത്തെ കണ്ടുമുട്ടി. അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ ഈ വർഷം ഹജ്ജ് ചെയ്തു എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഈ വർഷം ഹജ്ജ് ചെയ്തില്ല. അദ്ദേഹത്തിന് അത്ഭുതമായി പോയി. ഞാൻ കണ്ട സ്വപ്നം അത് ഒരു വ്യാജമായിരുന്നു ചോദിക്കുകയും അദ്ദേഹത്തോട് അദ്ദേഹത്തിന്റെ സംഭവങ്ങൾ വിവരിക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഹജ്ജിന് വേണ്ടി എന്റെ യാത്രാ സാമഗ്രികൾ തയ്യാറാക്കി വെച്ചു, അല്ലെ പണവും സമ്പാദ്യവും ഞാൻ ഒരുക്കി വെച്ചു. പക്ഷെ ഞാൻ ഹജ്ജിന് വേണ്ടി പുറപ്പെട്ടപ്പോൾ എനിക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞത് ദരിദ്രയായ ഒരു സ്ത്രീ ആ ശവം ഭക്ഷിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ ഹജ്ജിന് വേണ്ടി കരുതിയ മുഴുവൻ സമ്പത്തും അവർ കൊടുക്കുകയും ഞാൻ ഈ വർഷത്തെ ഹജ്ജിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്തു. അദ്ദേഹം പറഞ്ഞു, ഈ വർഷം അല്ലാഹു സുബ്ഹാനഹു വ തആല ഹജ്ജ് ചെയ്ത പ്രതിഫലം നിങ്ങളുടെ കിതാബുകൾ രേഖപ്പെടുത്തില്ല എനിക്ക് സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം അത്ഭുതപ്പെട്ടു പോയി. പ്രിയമുള്ള ഹാജിമാരെ, ഹജ്ജുമ്മമാരെ, ഏറ്റവും ബഹുമാനം നിറഞ്ഞ ഹജ്ജ് ഉദ്ദേശിച്ച എന്റെ ബഹുമാനം നിറഞ്ഞ ഹാജിമാരോടും ഹജ്ജുമ്മമാരോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ നിയ്യത്തുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് പ്രതിഫലം നൽകുക തന്നെ ചെയ്യും. ഇതിൽ യാതൊരു വിധത്തിലുള്ള സംശയമില്ല. പക്ഷെ യഥാർത്ഥമായ ഒരു നിയ്യത്ത് നമ്മുടെ ജീവിതത്തിൽ അൽഹംദുലില്ലാഹ് ഉണ്ടാക്കിയെടുക്കണം എന്ന് മാത്രമാണ്. നാം ആലോചിക്കേണ്ടത് അൽഹംദുലില്ലാഹ് ബദറിന്റെ സംഭവമാണ്. ബദറിന്റെ സംഭവം അൽഹംദുലില്ലാഹ് നമ്മളൊന്ന് ആലോചിച്ചു നോക്കണം. എന്താണ് ആലോചിച്ച് നോക്കേണ്ടത്? ബദറിൽ പങ്കെടുക്കാത്ത സഹാബാക്കളെ പോലും ആ ബദരീങ്ങളായി പറയപ്പെടുന്നുണ്ട്. ബദറിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം സഹാബാക്കൾ പുറപ്പെടുമ്പോൾ കുറച്ച് സഹാബാക്കളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ നിർത്തിയിരുന്നു. ആ സഹാബാക്കൾക്ക് ബദറിൽ പങ്കെടുക്കാൻ വേണ്ടി സാധിച്ചില്ല. പക്ഷെ ബദറിൽ നിന്നും കഴിഞ്ഞ് തിരിച്ചു വന്നു. ആ സഹാബാക്കൾ വിജയവേര് മുഴക്കിക്കൊണ്ട് മദീനയിലേക്ക് കടന്നു വരുമ്പോൾ ബദറിൽ പങ്കെടുക്കാൻ കഴിയാത്ത സഹാബാക്കൾക്ക് വലിയ ദുഃഖമായിരുന്നു. അബ്ദുല്ലാഹി ഇബ്നു ഉമ്മു മക്തൂം റളിയല്ലാഹു തആല അൻഹുവിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ നിൽക്കാൻ വേണ്ടി ഏർപ്പാട് ചെയ്തിരുന്നു. അവർ തിരിച്ചു വന്ന് ബദറിൽ പങ്കെടുത്ത സഹാബാക്കൾ, ഇത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന സംഭവമാണ്. യൗമുൽ ഫുർഖാൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ വിശേഷിപ്പിച്ച സത്യാസത്യ വിവേചനത്തിന്റെ ഒരു മഹത്തായ ഒരു പോരാട്ടത്തിൽ പങ്കെടുക്കാൻ വേണ്ടി സാധിക്കാതെ പോയതിന്റെ ദുഃഖവും വേദനയും അബ്ദുല്ലാഹി ഇബ്നു ഉമ്മു മക്തൂമിനെ പോലുള്ള സഹാബാക്കൾക്ക് മദീനയിൽ ഉണ്ടായിരുന്നു. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സംഘങ്ങളും തിരിച്ചു വന്നു. ആ കൂട്ടത്തിൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല ഉണ്ടായിരുന്നു. തന്റെ ഭാര്യ
പ്രിയപ്പെട്ട പത്നി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പുത്രി റുഖിയ റളിയല്ലാഹു തആല അൻഹയുടെ രോഗം കാരണമായിട്ടാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിന് ബദറിൽ പങ്കെടുക്കാൻ വേണ്ടി സാധിക്കാത്തത്. പക്ഷെ ബദറിൽ നിന്നും ആളുകൾ തിരിച്ചു വരുമ്പോൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു ആ രോഗം കാരണമായി മരണപ്പെട്ടു പോയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട പുത്രിയും തന്റെ ഭാര്യയുമായിരുന്ന റുഖിയ റളിയല്ലാഹു തആല അൻഹയുടെ മയ്യത്ത് ദഫൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഖബറടക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ സന്ദർഭത്തിലാണ് മദീനയിൽ നിന്നും ആളുകൾ ബദറിൽ നിന്നും ആളുകൾ മദീനയിലേക്ക് തിരിച്ചു വരുന്നു. വളരെ ദുഃഖത്തോടു കൂടിയാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു രംഗം വീക്ഷിച്ചത്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നു വന്നു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിനെ സമാധാനിപ്പിച്ചു. അഥവാ ബദറിൽ പങ്കെടുക്കാൻ വേണ്ടി സാധിച്ചില്ല എങ്കിലും ബദറിൽ പങ്കെടുത്ത സഹാബാക്കൾക്ക് കിട്ടുന്ന പ്രതിഫലം നിങ്ങൾക്കും കിട്ടുമെന്ന സന്തോഷ വാർത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ബദറിൽ പങ്കെടുക്കാൻ മദീനയിൽ കഴിഞ്ഞുകൂടിയുന്ന ആ സഹാബാക്കൾക്ക് നൽകുകയുണ്ടായി. എന്തിന്റെ പേരിലാണ് നൽകിയത്? അവർ മദീനയിലാണ് കഴിഞ്ഞുകൂടിയതെങ്കിൽ പോലും അവരുടെ ശരീരം മാത്രമാണ് മദീനയിൽ ഉണ്ടായിരുന്നത്, അവരുടെ മനസ്സ് മുഴുവനും അത് ബദറിലായിരുന്നു. അതുകൊണ്ടാണ് അവർക്ക് ബദറിൽ പങ്കെടുത്ത ആ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം ചെയ്തതെന്ന് മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഗനീമത്ത് മുതൽ വീതിച്ചു കൊടുത്തപ്പോൾ ആ സഹാബാക്കൾക്ക്, മദീനയിൽ നിന്ന് ആ സഹാബാക്കൾക്കും ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത സഹാബാക്കൾക്ക് നൽകുന്നത് പോലുള്ള ഗനീമത്ത് മുതൽ കൊടുത്തു എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാൻ വേണ്ടി സാധിക്കും. ആലോചിച്ച് നോക്കേണ്ടതാണ് സഹോദരന്മാരെ. ഒരു അമൽ ചെയ്യുന്നു എന്നുള്ളതല്ല, മറിച്ച് ആ അമലുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് പ്രതിഫലം നൽകുന്നു എന്നുള്ളതാണ് നമ്മൾ യഥാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ടത്. ഇഖ്ലാസിന്റെ അധ്യായങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്ന വലിയ ചരിത്രമുണ്ട്, മഹത്തായ ഒരു ചരിത്രമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പറഞ്ഞു തരികയാണ്, നാളെ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല വിചാരണ ചെയ്യപ്പെടുകയും നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുകയും ചെയ്യുന്ന മൂന്നാളുകളെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഭൗതികമായി നോക്കുമ്പോൾ അവർ ഏറ്റവും ഉയർന്ന അവസ്ഥയിൽ സ്വർഗത്തിൽ പ്രവേശിക്കേണ്ട ആളുകളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നാളെ ആഖിറത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിലേക്ക് പറഞ്ഞയക്കുന്ന കൂട്ടത്തിൽ ആദ്യമായി പറഞ്ഞയക്കുന്ന ഒരു രക്തസാക്ഷിയാണ്, രണ്ടാമതായി പറഞ്ഞയക്കുന്ന ഒരു പണ്ഡിതനെയാണ്, മൂന്നാമതായി പറഞ്ഞയക്കുന്നത് ഒരു ധർമ്മിഷ്ഠനെയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകളിൽ കാണാൻ സാധിക്കും. എന്തുകൊണ്ടാണ് ഇവർ പറഞ്ഞയക്കുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നാളെ ആഖിറത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല രക്തസാക്ഷിയെ വിളിക്കും. എന്നിട്ട് ആ രക്തസാക്ഷിയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കും, നിനക്ക് ഞാൻ ധാരാളം ആരോഗ്യം തന്നു, നീ എന്ത് ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ ആ രക്തസാക്ഷി അല്ലാഹുവിനോട് പറയും, ഞാൻ അല്ലാഹുവേ, നീ എനിക്ക് ആരോഗ്യം തന്നു, ഞാൻ നിന്റെ ദീനിന്റെ വഴിയിൽ എന്റെ ജീവൻ പോലും ബലിയർപ്പിച്ചുകൊണ്ട് ഞാൻ രക്തസാക്ഷിയായി ഞാൻ ഷഹാദത്ത് കൈവരിച്ചു എന്ന് പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, നീ എനിക്ക് വേണ്ടിയല്ല ഈ അമലുകൾ ചെയ്തത്, ഈ അമലുകൾ ചെയ്തത് ജനങ്ങൾ നിന്നെ ഒരു യോദ്ധാവ് എന്ന് പറയാൻ വേണ്ടി മാത്രമായിരുന്നു. ഭൗതികമായ ലോകത്ത് വെച്ച്, ഭൂമിയിൽ വെച്ച് നിന്നെ ഒരു യോദ്ധാവ് എന്ന് വാഴ്ത്തപ്പെടുത്തപ്പെട്ടു. അതുകൊണ്ട് എന്റെ പക്കൽ നിനക്കൊരു പ്രതിഫലവുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് മുഖം കുത്തിയവനായ ആ രക്തസാക്ഷിയെ, ആ ഷഹീദിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മുഖം കുത്തിയവനായി നരകത്തിലേക്ക് വലിച്ചെറിയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ ഹദീസുകളിൽ കാണാൻ വേണ്ടി സാധിക്കും. രണ്ടാമതായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ധർമ്മിഷ്ഠനെ കൊണ്ടുവരും. എന്നിട്ട് അദ്ദേഹത്തോട് ചോദിക്കും, അല്ലാഹു സുബ്ഹാനഹു വ തആല ഞാൻ നിനക്ക് ധാരാളമായ സമ്പത്ത് നൽകി, ആ സമ്പത്ത് നീ എന്ത് ചെയ്തെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയും, അല്ലാഹുവിനോട്, അല്ലാഹു നീ എനിക്ക് സമ്പത്ത് നൽകി, ആ സമ്പത്ത് മുഴുവൻ ഞാൻ നിന്റെ വഴിയിലൂടെ ചെലവഴിച്ചു, ഏതെല്ലാം ചെലവഴിക്കേണ്ട മാർഗങ്ങൾ ഉണ്ടായിരുന്ന മുഴുവൻ മാർഗങ്ങളും ഞാൻ ചെലവഴിച്ചു എന്ന് പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ചെലവഴിച്ചത് ശരിയാണ്, പക്ഷെ എനിക്ക് വേണ്ടിയായിരുന്നില്ല നീ ചെയ്തത്, നീ ഒരു ധർമ്മിഷ്ഠനാകുന്നു എന്ന് പറയാൻ വേണ്ടി മാത്രമാണ്, നീ ഒരു ധർമ്മിഷ്ഠനാകുന്നു എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് നീ ആ സമ്പത്ത് ചെലവഴിച്ചത്. ആദ്യം നിന്നെ പറ്റി പറഞ്ഞു കഴിഞ്ഞു, എന്റെ പക്കൽ നിനക്ക് യാതൊരു പ്രതിഫലവുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവൻ നരകത്തിലേക്ക് വലിച്ചെറിയുന്ന ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൂന്നാമതൊരു പണ്ഡിതനെ കൊണ്ടുവരും. ആ പണ്ഡിതനോട് ചോദിക്കും, അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് ധാരാളമായി ഞാൻ ഇൽമു നൽകി, പാണ്ഡിത്യം നൽകി, ആ പാണ്ഡിത്യം കൊണ്ട് നീ എന്ത് നിർവഹിച്ചു എന്ന് ചോദിക്കുമ്പോൾ ആ മനുഷ്യൻ, ആ പണ്ഡിതൻ അല്ലാഹുവിനോട് പറയും, അല്ലാഹുവേ, നീ എനിക്ക് പാണ്ഡിത്യം നൽകി, ഞാൻ ആളുകൾക്ക് ഇൽമു പറഞ്ഞു കൊടുത്തെന്ന് പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മനുഷ്യനോട് പറയും, നീ എനിക്ക് വേണ്ടിയല്ല ചെയ്തത്, നീ ഒരു പണ്ഡിതനാണ് എന്ന് പറയപ്പെടാൻ വേണ്ടിയാണ് ചെയ്തത്, അത് ഭൂമിയിൽ വെച്ച് പറയപ്പെട്ടു കഴിഞ്ഞു, എന്റെ പക്കൽ നിനക്ക് യാതൊരു പ്രതിഫലവുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ നരകത്തിലേക്ക് വലിച്ചെറിയും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല റിയായിൽ നിന്ന് നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മൾ ആലോചിച്ച് നോക്കേണ്ടത് സഹോദരന്മാരെ, ഭൗതികമായി നോക്കുന്നുവെങ്കിൽ ഒരു രക്തസാക്ഷിയാണ്, ഷഹീദാണ്, ഭൗതികമായി നോക്കുന്നുവെങ്കിൽ ഒരു ധർമ്മിഷ്ഠനാണ്, ഭൗതികമായി നോക്കുന്നുവെങ്കിൽ ഒരു ആലിമാണ്, പണ്ഡിതനാണ്. പക്ഷേ ഇവരുടെ സ്ഥാനം, സങ്കേതം ആഖിറത്ത് നരകത്തിലായിരിക്കും എന്ന് അറിയുമ്പോൾ നമുക്കറിയാൻ വേണ്ടി സാധിക്കും, നിയ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലം നൽകുന്നത്. ഒരു ഹാജിയുടെ ഹജ്ജ് അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂൽ ചെയ്തില്ല എങ്കിൽ തീർച്ചയായും ആ ഹജ്ജ് വലിയ നഷ്ടത്തിലാണ്. കബൂൽ ചെയ്തെങ്കിലോ ആ ഹജ്ജിന്റെ സകലമായ പാപങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്ത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹാജിമാർക്ക് നൽകിയിരിക്കുന്ന സൗഭാഗ്യമാണ്. ഹാജിമാർക്ക് നൽകിയിരിക്കുന്ന പാപമോചനത്തിന്റെ അവസ്ഥകളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹാജിയുടെ പദവിയും ഹാജിയുടെ സ്ഥാനവും അൽഹംദുലില്ലാഹ് സഹാബാക്കൾ വിവരിച്ചു കൊടുത്തു. എത്രമാത്രം വിവരിച്ചു കൊടുത്തു. ഒരു ഹാജി ഹജ്ജ് ചെയ്തു, ഹജ്ജ് അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂൽ ചെയ്തുവെങ്കിൽ ആ ഹാജി ചെയ്ത മുഴുവൻ പാപങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല ഹാജി മാപ്പാക്കി കൊടുക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. എത്രയാണ് പറഞ്ഞത്? ആ പാപം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എണ്ണി പറഞ്ഞു. ഒരു ഹാജി അൽഹംദുലില്ലാഹ് എത്രമാത്രം പാപം ചെയ്തു. ഈ ലോകത്ത് കാണുന്ന മണൽത്തരികൾക്ക് സമാനമാണ് ഹാജി ചെയ്ത പാപമെങ്കിലും ശരി, ആകാശത്ത് നിറ്റി വീഴുന്ന മഴത്തുള്ളികൾക്ക് സമാനമായ പാപങ്ങളാണെങ്കിലും ശരി, ഈ ലോകത്തിലെ വൃക്ഷങ്ങളിൽ കാണുന്ന ഇലകൾക്ക് സമാനമായ പാപങ്ങളാണെങ്കിലും ശരി, ഈ ലോകത്തിലെ സമുദ്രങ്ങളിൽ കാണുന്ന തിരമാലകൾക്കും നിരകൾക്കും സമാനമായ പാപങ്ങളാണെങ്കിലും ശരി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അറഫയിൽ നിന്ന് അല്ലാഹുവിന്റെ മുമ്പിലേക്ക് കയ്യുയർത്തത് കാരണമായി അവന്റെ സകലമായ പാപങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല മാപ്പാക്കി തരും എന്ന സന്തോഷവാർത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് അറിയിച്ചു തന്നിരിക്കുകയാണ്. ആലോചിച്ച് നോക്കുക, ഹാജിന്റെ സ്ഥാനം എത്ര വലുതാണ്, എത്ര വലുതാണ് ഹാജിയുടെ സ്ഥാനം. എത്രമാത്രം പാപങ്ങൾ ചെയ്ത് ലോകത്ത് കാണുന്ന മണൽത്തരികൾക്ക് സമാനമായ പാപം എണ്ണിയാലൊടുങ്ങാത്ത പാപങ്ങളാണ്. ആകാശത്ത് വിറ്റ് വീഴുന്ന മഴത്തുള്ളികൾക്ക് സമാനമായ പാപം ആർക്ക് കണ്ടെത്താൻ വേണ്ടി സാധിക്കും? ഈ ലോകത്തിലെ വൃക്ഷങ്ങളിൽ കാണുന്ന ഇലകൾക്ക് സമാനമായ പാപം, അതേപ്രകാരം തന്നെ സമുദ്രങ്ങളിൽ കാണുന്ന തിരമാലകൾക്കും നിരകൾക്കും സമാനമായ പാപം. ഇത്രയും പാപങ്ങൾ കൊണ്ട് മുങ്ങിയ ഒരു മനുഷ്യനാണെങ്കിൽ ശരി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഹജ്ജ് കാരണമായി ആ മനുഷ്യന്റെ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മാപ്പാക്കി കൊടുക്കും എന്ന സന്തോഷവാർത്ത അല്ലാഹു സുബ്ഹാനഹു വ തആല ഹാജിക്ക് നൽകിയിരിക്കുകയാണ്. ഏറ്റവും പ്രിയപ്പെട്ട ഹാജിമാരോടും ഹജ്ജിമാരോടും ഹജ്ജ് ഉദ്ദേശിച്ച് പോകാൻ കഴിയാതെ വന്നിരിക്കുന്ന വേദന കൊണ്ട് മനസ്സ് തളർന്നിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഹാജിമാരോടും ഹജ്ജിമാരോടും എനിക്ക് പറയാനുള്ളത്, തീർച്ചയായും ഹജ്ജ് ചെയ്യാതെ തന്നെ ഹജ്ജിന്റെ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നൽകും. എങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത്? ഒരു മനുഷ്യൻ ഹജ്ജ് ചെയ്തു, ആ ഹജ്ജ് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കപ്പെട്ടോ ഇല്ലയോ എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കില്ല. എങ്കിലും ഹജ്ജ് ഉദ്ദേശിച്ചു അല്ലെ യഥാർത്ഥമായ കാരണങ്ങൾ കൊണ്ട് ഹജ്ജിലേക്ക് നമ്മൾക്ക് പോകാൻ വേണ്ടി സാധിച്ചില്ല എങ്കിൽ മഖ്ബൂലാക്കപ്പെട്ട സ്വീകരിക്കപ്പെട്ട ഹജ്ജിന്റെ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. നമ്മളൊന്ന് ആലോചിച്ച് നോക്കേണ്ട ഈ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വാഗ്ദാനം ചെയ്തിരിക്കുകയാണ്. പക്ഷെ നമ്മൾ എന്താണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത്? ഹജ്ജിനെ നമ്മൾ യഥാർത്ഥമായ രൂപത്തിൽ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കണം. എല്ലാ ദിവസവും ഹജ്ജും ഉംറയും ഒരു മനുഷ്യൻ നിർവഹിക്കാൻ വേണ്ടി സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹിഹായ ഹദീസുകളിൽ ഈ കാര്യങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകൾ നമുക്ക് ഇത് കാണാൻ വേണ്ടി സാധിക്കും. ഒരു മനുഷ്യന് എല്ലാ ദിവസവും എപ്രകാരം സ്വീകരിക്കപ്പെട്ട ഹജ്ജും ഉംറയും നിർവഹിക്കാൻ വേണ്ടി സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബാക്കൾക്ക് അമൽ പറഞ്ഞു കൊടുത്തു. ഒരു മനുഷ്യൻ സുബഹി നമസ്കരിച്ചു, അതേ മുസല്ലയിൽ തന്നെ ഇഷ്റാഖിന്റെ സമയം വരെ ആ മനുഷ്യൻ കഴിഞ്ഞുകൂടി. അല്ല, സൂര്യൻ മാറുന്നു, നമസ്കാരത്തിന്റെ സമയമായി, ആ മനുഷ്യൻ 2 റക്അത്ത് നമസ്കാരം അല്ലാഹുവിന് വേണ്ടി നിർവഹിച്ചു കഴിഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സമ്പൂർണ്ണമായ ഹജ്ജിന്റെയും ഉംറയുടെയും പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് നൽകുന്നുണ്ട്. എല്ലാ ദിവസവും ഹജ്ജിന്റെയും ഉംറയുടെയും പ്രതിഫലം ഒരു മനുഷ്യന് സത്യവിശ്വാസിക്ക് നേടിയെടുക്കാൻ വേണ്ടി സാധിക്കും. എപ്രകാരമാണ് സാധിക്കുന്നത്? ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസാണ്. ഒരു മനുഷ്യൻ സുബഹി നമസ്കരിച്ചു, സുബഹി നമസ്കരിച്ചതിനു ശേഷം അതേ മുസല്ലയിൽ തന്നെ ആ മനുഷ്യൻ ഇരുന്നു, ഇഷ്റാഖിന്റെ സമയം വരെ എന്ന് പറഞ്ഞാൽ സൂര്യൻ ഉദിച്ചു. അൽഹംദുലില്ലാഹ്, അതിനുശേഷം ആ നമസ്കാരം തറാത്താകുന്ന സമയം കഴിഞ്ഞുപോയി. അതിനുശേഷം 2 റക്അത്ത് നമസ്കാരം മനുഷ്യൻ നിർവഹിച്ചാൽ മതി. ആ മനുഷ്യന് സമ്പൂർണ്ണമായ ഹജ്ജിന്റെയും ഉംറയുടെയും പ്രതിഫലം ലഭിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിയിച്ചു തന്നിരിക്കുകയാണ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു 2 റക്അത്ത് നമസ്കാരം കൂടി ആ മനുഷ്യൻ നിർവഹിച്ചു കഴിഞ്ഞാൽ ആ മനുഷ്യന്റെ ജീവിതത്തിന്റെ ആവശ്യങ്ങൾ മുഴുവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അന്നേ ദിവസം പൂർത്തീകരിച്ചു കൊടുക്കുന്നതാണ്. 4 റക്അത്ത് നമസ്കാരം കൊണ്ട് ആ മനുഷ്യന് കിട്ടുന്ന പ്രതിഫലം എന്താണ്? എല്ലാ ദിവസവും ആ മനുഷ്യന് കിട്ടുന്ന പ്രതിഫലം എന്താണ്? ഹാജിമാർ ആലോചിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി, എനിക്ക് ഹജ്ജിന് വേണ്ടി നിർവഹിക്കാൻ വേണ്ടി സാധിച്ചില്ല എങ്കിൽ, ഹജ്ജിന് വേണ്ടി എനിക്ക് പോകാൻ കഴിഞ്ഞില്ല എങ്കിൽ എനിക്ക് എല്ലാ ദിവസവും ഹജ്ജും ഉംറയും നിർവഹിക്കുന്ന ഒരു പ്രതിഫലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എനിക്ക് അറിയിച്ചു തന്നിട്ടുണ്ട്. ആ പ്രതിഫലം എന്താണ്? അല്ല, സുബഹി നമസ്കാരത്തിന് ശേഷം മുസല്ലയിൽ തന്നെ ഇരിക്കുകയും അതിനുശേഷം 2 റക്അത്ത് നമസ്കരിച്ച് നിർവഹിച്ചു കഴിഞ്ഞാൽ എനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന ഈ പ്രതിഫലം ഇത്രയും വലുതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ ഹാജിമാർ ഹജ്ജ് നിർവഹിക്കാൻ വേണ്ടി സാധിച്ചില്ല എങ്കിലും ഈ അമലുകളിലേക്കൊന്ന് കടന്നു കഴിഞ്ഞാൽ അടുത്ത വർഷമെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഹജ്ജിന്റെ വഴികൾ നമുക്ക് എളുപ്പമാക്കി തരും. എന്റെ പ്രിയപ്പെട്ട ഹാജിമാരോടും ഹജ്ജിമാരോടും എനിക്ക് ഏറ്റവും സ്നേഹത്തോടു കൂടി പറയാനുള്ളത്, നിങ്ങൾ ഒരിക്കലും തന്നെ നിരാശരാകരുത്. അല്ലാഹുവിന്റെ കാരുണ്യത്തെക്കുറിച്ച് നിങ്ങൾ ഒരിക്കലും തന്നെ നിരാശരായി പോകരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല എത്രത്തോളം അൽഹംദുലില്ലാഹ് പുറത്തുപെടുത്തിയിരിക്കുന്നു നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എല്ലാ ആളുകൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തുപെടും. എന്തിനേറെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതൃവനായിരുന്ന അബൂതാലിബിന് തങ്ങളെ 40 വർഷക്കാലം തങ്ങളെ കൊണ്ടു നടന്ന അബൂതാലിബിന് എത്ര വർഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി അബൂതാലിബ് ഖിദ്മത്ത് ചെയ്ത് നമ്മൾ ആലോചിച്ച് നോക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 10 11 വയസ്സിലാണ് അബ്ദുൽ മുത്തലിബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപ്പാപ്പ അബ്ദുൽ മുത്തലിബ് മരണപ്പെടുന്നത്. അന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉത്തരവാദിത്തം ഏൽപ്പിക്കുന്നത് അബൂതാലിബിന്റെ കയ്യിലാണ്.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വളർത്തിക്കൊണ്ടുവന്നു. തങ്ങൾക്ക് കച്ചവടം പഠിപ്പിച്ചു കൊടുത്തു. ഖദീജ റളിയല്ലാഹു തആല വിവാഹം ചെയ്തു കൊടുത്തു. നബുവത്തിന്റെ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് താങ്ങും തണലുമായി നിന്നു. തങ്ങളുടെ 51ാമത്തെ വയസ്സിൽ അബൂ താലിബ് മരണപ്പെടുന്നതോടുകൂടിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മക്കയിൽ പ്രയാസം അനുഭവിച്ചത്. ഹിജ്റയെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചിന്തിക്കുന്നത് അങ്ങനെ 11ാമത്തെ വയസ്സ് മുതൽ 51ാമത്തെ വയസ്സ് വരെ 40 വർഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഖിദ്മത്ത് ചെയ്ത ആ അബൂ താലിബിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിദായത്ത് കൊടുത്തിട്ടില്ല. എന്നാൽ അബൂജഹലിന്റെ മകൻ ഇക്രിമക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിദായത്ത് കൊടുക്കുകയും ഇക്രിമ റളിയല്ലാഹു തആല അല്ലാഹു സുബ്ഹാനഹു വ തആല ഷഹാദത്തിന്റെ ഭാഗ്യം നൽകുകയും ചെയ്തു. ആലോചിച്ച് നോക്കണം, അല്ലാഹു സുബ്ഹാനഹു വ തആല ആരുടെയും പദവിയല്ല നോക്കുന്നത്, കുടുംബ മഹിമയല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല നോക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥത്തിൽ നോക്കുന്നത് എന്താണ്? നമ്മുടെ ഹൃദയങ്ങളിലേക്കാണ് നോക്കുന്നത്. ഇന്ന് നിങ്ങൾക്ക് ഹജ്ജ് ചെയ്യാൻ വേണ്ടി സാധിച്ചില്ല, പക്ഷെ ഹജ്ജിന്റെ പണം നിങ്ങൾ അടച്ചു, ഹജ്ജിന് വേണ്ടി നിങ്ങൾ കരുതി, ഹജ്ജിന്റെ യാത്രാ സാമഗ്രികൾ നിങ്ങൾ ഒരുമിച്ച് കൂട്ടി, പക്ഷെ എന്നിട്ട് നമുക്ക് പോകാൻ വേണ്ടി സാധിച്ചില്ല എങ്കിൽ അതിന്റെ പേരിലുള്ള ഒരു ദുഃഖത്തോടു കൂടിയായിരിക്കണം ഇനിയുള്ള ദിവസങ്ങൾ ഹജ്ജ് തീരുന്നത് വരെ നമ്മൾ കഴിഞ്ഞുകൂടണം. ഇത് പറയാൻ വേണ്ടിയാണ് ഇന്നത്തെ ദിവസം നിങ്ങൾ ഒരുമിച്ച് കൂടിയത്. ഇത് കേൾക്കാൻ വേണ്ടി നിങ്ങളോട് ആവശ്യപ്പെടുന്നതിന് വേണ്ടി മാത്രമാണ്. നമ്മൾ ഹജ്ജ് ചെയ്യാൻ വേണ്ടി സാധിച്ചില്ല എന്നതിന്റെ പേരിൽ നിരാശരാകുകയോ അതിന്റെ പേരിൽ നമ്മുടെ ജീവിതം വിസ്മൃതിയിലേക്ക് നമ്മൾ തള്ളി നീക്കുകയോ ചെയ്യുന്നത്. ഒരിക്കലും തന്നെ ഒരു നിരാശ അത് മുഅ്മിന്റെ ജീവിതത്തിന്റെ ഭാഗമല്ല. മുഅ്മിന്റെ ജീവിതം അല്ലാഹുവിന്റെ കാരുണ്യത്തിലുള്ള പ്രതീക്ഷയാണ്. ഒരിക്കലും തന്നെ ആ പ്രതീക്ഷ നമ്മൾ കൈവിടരുത്. നമ്മൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ചരിത്രം വഹ്ശ് റളിയല്ലാഹു തആലയുടെ ചരിത്രമാണ്. വഹ്ശ് റളിയല്ലാഹു തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലുണ്ടായിരിക്കുന്ന ഏറ്റവും വലിയ പ്രയാസത്തിന് കാരണക്കാരൻ വഹ്ശ് റളിയല്ലാഹു തആലയായിരുന്നു. എന്താണ് ആ കാരണം? ഉഹദ് യുദ്ധത്തിന്റെ മണ്ണിൽ വെച്ച് ഹംസ റളിയല്ലാഹു തആലയെ വധിച്ചത് ആ വഹ്ശ് അടിമയായിരുന്നു. ഹിന്ദ റളിയല്ലാഹു തആലയുടെ അടിമ. പക്ഷെ ആ വഹ്ശ് ഇസ്ലാം മതം സ്വീകരിക്കാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധിയിലേക്ക് വന്നു. എന്നിട്ട് വഹ്ശ് 2-3 കാരണങ്ങൾ പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധിയിൽ നിന്ന് മാറിപ്പോയി. ആ സമയം അല്ലാഹു സുബ്ഹാനഹു വ തആല വഹ്ശ് റളിയല്ലാഹു തആലയ്ക്ക് വേണ്ടി ഇറക്കി കൊടുത്ത ആയത്ത്, ഈ ആയത്ത് വഹ്ശ് റളിയല്ലാഹു തആലയ്ക്ക് മാത്രമുള്ള ആയത്തല്ല, ഖിയാമത്ത് നാൾ വരെ വരുന്ന മുഴുവൻ സത്യവിശ്വാസികൾക്കും പ്രതീക്ഷ നൽകുന്ന ഒരു ആയത്താണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിന്റെ ഏറ്റവും അടുത്ത വ്യക്തിത്വം ഖാതിമുൻ നബിയീൻ എന്ന പദവി അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ റഹ്മത്തുൽ ലിൽ ആലമീൻ അല്ലാഹു സുബ്ഹാനഹു വ തആല വിളിച്ച മുഹമ്മദ് മുസ്തഫ അഹ്മദ് മുജ്തബ സല്ലല്ലാഹു അലൈഹി വ ആലിഹി വസഹബിഹി വസല്ലം ആ തങ്ങൾക്ക് ഏറ്റവും വേദനയുണ്ടാക്കിയ സംഭവമാണ് തങ്ങളുടെ പിതൃവ്യനായിരുന്ന ഹംസ റളിയല്ലാഹു തആലയുടെ മരണം. ഹംസ റളിയല്ലാഹു തആലയുടെ ഷഹാദത്ത് ഉഹദിന്റെ മണ്ണിൽ വെച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹംസ റളിയല്ലാഹു തആലയുടെ മയ്യത്ത് കണ്ട് കരഞ്ഞുപോയി. തങ്ങളുടെ കണ്ണുകൾ നനഞ്ഞു, ചുണ്ടുകൾ വിരിപ്പിപ്പോയി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ. ഇത്രയും വലിയ സങ്കടം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുണ്ടായിരുന്നു. പക്ഷേ വഹ്ശ് റളിയല്ലാഹു തആലയെ അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചു കൊടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്താണ്? നബിയെ തങ്ങൾ പറഞ്ഞു കൊടുക്കണം. ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിൻ റഹ്മത്തില്ലാഹ്. നബിയെ തങ്ങൾ പറഞ്ഞു കൊടുക്കണം. വഹ്ശ് റളിയല്ലാഹു തആലയുടെ മുമ്പിൽ തങ്ങൾ ഓതിക്കൊടുക്കണം. എന്താണ് ഓതിക്കൊടുക്കേണ്ടത്? ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം. സ്വന്തം ശരീരത്തോട് അക്രമം പ്രവർത്തിച്ച എന്റെ അടിമകളോട് തങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യം എന്താണ്? ലാ തഖ്നതു മിൻ റഹ്മത്തില്ലാഹ്. അല്ലാഹുവിന്റെ റഹ്മത്തിനെ തൊട്ട് നിങ്ങൾ ആശങ്കയില്ല, അല്ലാഹുവിന്റെ കാരുണ്യത്തെ തൊട്ട് നിങ്ങൾ ആശങ്കപ്പെടരുത്. അല്ലാഹുവിന്റെ കാരുണ്യത്തെ പ്രതീക്ഷിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ സത്യവിശ്വാസി എന്ന് നമുക്ക് തിരിച്ചറിയേണ്ടതുണ്ട്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ വാക്കുകൾ എന്താണ്? ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഏറ്റവും കൂടുതൽ പാപങ്ങൾ കൊടുക്കുന്നവരാണ്. സന്തോഷ വാർത്ത അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുന്നത്. ആലോചിച്ച് നോക്കിയ പ്രിയപ്പെട്ട ഹാജിമാരെ, ഹജ്ജിമാരെ, എത്ര വലിയ സന്തോഷമാണ്. നിങ്ങളുടെ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ നിയ്യത്തുകൾ കാരണമായി അല്ലാഹു സുബ്ഹാനഹു വ തആല മാപ്പാക്കി. ആരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല നിരാശരാക്കുകയില്ല. വലിയ പ്രതീക്ഷയോടുകൂടി ഇൻഷാ അല്ലാഹ് നമ്മൾ അമലുകൾ ചെയ്താൽ എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ള ഏറ്റവും വലിയ അഭ്യർത്ഥന, നിങ്ങളുടെ മനസ്സിൽ നിരാശയല്ല യഥാർത്ഥത്തിൽ വേണ്ടത്. യഥാർത്ഥത്തിൽ വേണ്ടത് അള്ളാഹുവിന്റെ റഹ്മത്തിനെ കുറിച്ചുള്ള പ്രതീക്ഷയാണ്. എന്റെ റബ്ബ് എനിക്ക് പുറത്തു തരും, എന്റെ റബ്ബ് എനിക്ക് ഹജ്ജിന്റെ പ്രതിഫലം നൽകും, എന്റെ റബ്ബ് എനിക്ക് അൽഹംദുലില്ലാഹ് ഉംറയുടെ പ്രതിഫലം നൽകും, എന്റെ റബ്ബ് എനിക്ക് എന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മസ്ജിദ് നബവി സന്ദർശിച്ച പ്രതിഫലം, എന്റെ ഹബീബിന്റെ റൗളയുടെ മുമ്പിൽ വെച്ച് സലാം പറഞ്ഞ പ്രതിഫലം എന്റെ റബ്ബ് എനിക്ക് നൽകുക തന്നെ ചെയ്യും. എന്റെ റബ്ബിന്റെ ഖജനാവിൽ യാതൊരു കുറവുമില്ല എന്നൊരു പ്രതീക്ഷയാണ് യഥാർത്ഥത്തിൽ നമുക്ക് വേണ്ടത്. തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല രൂപത്തിൽ നമ്മളെ കബൂൽ ചെയ്യുമാറാകട്ടെ. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇനിയുള്ള ദിവസങ്ങൾ മുഴുവനും ഇന്ന് നമ്മൾ പ്രഖ്യാപിക്കപ്പെട്ടു കഴിഞ്ഞു, സൗദി ഗവൺമെന്റ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു, വിദേശ രാജ്യത്തുനിന്ന് ഹാജിമാരെ ഈ വർഷം സ്വീകരിക്കുന്നതല്ല. ഒന്നാമതായി നമ്മൾ അല്ലാഹുവിനോട് ദുആ ചെയ്യേണ്ടത്, അല്ലാഹുവേ ഏറ്റവും അടുത്ത സന്ദർഭത്തിൽ അടുത്ത വർഷം എനിക്ക് ഹജ്ജിനുള്ള തൗഫീഖ് എനിക്ക് നൽകണം. നമ്മൾ ആദ്യമായിട്ട് അല്ലാഹുവിനോട് ദുആ ചെയ്യേണ്ടതാണ്. ഈ വർഷത്തെ ഹജ്ജ് എനിക്ക് നിർവഹിക്കാൻ വേണ്ടി സാധിച്ചില്ല എങ്കിലും
ഹജ്ജിന്റെ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമെന്ന് ഖുർആന്റെയും ഹദീസിന്റെയും സഹാബാക്കളുടെയും മഹാന്മാരുടെയും ജീവിതം കൊണ്ട് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി ഹജ്ജ് നിർവഹിച്ചാൽ കിട്ടുന്ന ആനുഭൂതിയും പ്രതിഫലവും നമുക്കൊരിക്കലും തന്നെ കരസ്ഥമാക്കാൻ വേണ്ടി സാധിക്കുകയില്ല. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിനോടുള്ള തേട്ടമാണ്. അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടേയിരിക്കണം. ആ ദുആ കാരണമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഖളാ മാറ്റി എഴുതുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകളിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് നമ്മൾ പറയേണ്ടത് എന്താണ്? അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്യുക. എല്ലാ നമസ്കാരത്തിനു ശേഷം അള്ളാഹുവിനോട് ദുആ ചെയ്യുക. സദഖ കൊടുത്തുകൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുക. രാത്രിയുടെ യാമങ്ങളിൽ തഹജ്ജുദ് നമസ്കരിച്ചുകൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുക. ദുആക്കുത്തരം കിട്ടുന്ന മുഴുവൻ സന്ദർഭങ്ങളിലും അള്ളാഹുവിന്റെ മുമ്പിലേക്ക് കൈയുയർത്തിക്കൊണ്ട് ദുആ ചെയ്യുക. ഏറ്റവും അടുത്ത ദുആ, അള്ളാഹുവേ നീ എനിക്ക് ഹജ്ജും ഉംറയും സിയാറത്തും നിർവഹിക്കാനുള്ള തൗഫീഖ് എനിക്ക് നൽകണമെന്ന്. ആ ദുആ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുക തന്നെ ചെയ്യും. ആ ദുആ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയും ഇത് നമുക്ക് നിർവഹിക്കാനുള്ള സൗഭാഗ്യം കിട്ടിയില്ല എങ്കിൽ പോലും ആഖിറത്തിൽ വെച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ചോദിക്കും. ഇമാം ഗസാലി റഹിമഹുല്ലാഹു തആല അദ്ദേഹത്തിന്റെ ഈ ഒരു വിശദീകരണം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഒരു മനുഷ്യൻ അള്ളാഹുവിനോട് ദുആ ചെയ്തു, അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിൽ വെച്ച് അവന്റെ ദുആക്കളെ പൂർത്തീകരിച്ചില്ല എങ്കിൽ, ആ ദുആക്കളെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിച്ചില്ല എങ്കിൽ ആഖിറത്തിൽ ആ മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിളിക്കും. എന്നിട്ട് ആ മനുഷ്യനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ദുആ ചോദിക്കും, എന്റെ പ്രിയപ്പെട്ട അടിമ, നീ ഭൂമിയിൽ വെച്ച് എന്നോട് ദുആ ചെയ്തു, നീ ഭൂമിയിൽ വെച്ച് എന്നോട് ചോദിച്ചു, പക്ഷെ ഞാൻ നിനക്ക് ഭൂമിയിൽ വെച്ച് നൽകിയില്ല. ഇന്ന് എന്റെ പ്രതാപത്തിന്റെ ദിവസമാണ്. ഇന്ന് ഞാൻ നിനക്ക് നൽകുന്ന ഒരു സമ്മാനം. നീ എന്തെല്ലാം ഭൂമിയിൽ വെച്ച് ചോദിച്ചോ അതെല്ലാം ചോദിക്കാനുള്ള അവസരം നിനക്ക് ഞാൻ നൽകുന്നു. അതിന് പ്രതിഫലമായി മുഴുവൻ ദുആക്കൾക്കും പ്രതിഫലം ഞാൻ ഇന്ന് നൽകുന്നതാണെന്ന് പറയുമ്പോൾ ആ മനുഷ്യൻ അള്ളാഹുവിനോട് പറഞ്ഞു പോകും, അള്ളാഹു ദുനിയാവിൽ വെച്ച് എന്റെ ഒരു ദുആ പോലും സ്വീകരിച്ചില്ലെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് പറയും എന്ന് നമുക്ക് കിതാബുകളിൽ കാണാൻ വേണ്ടി സാധിക്കും. ഇത്രയും പ്രതിഫലം ദുആ സ്വീകരിക്കപ്പെട്ടില്ലെങ്കിൽ നൽകുമെന്ന് അൽഹംദുലില്ലാഹ് ബഹുമാനപ്പെട്ട ഉലമാക്കൾ നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട്. ആലോചിച്ച് നോക്കേണ്ട പ്രിയപ്പെട്ട ആലിമാരെ, ആറ്റുമാരെ, നമ്മൾ ദുആ ചെയ്യാം അള്ളാഹുവിനോട്. അള്ളാഹു ഈ വർഷം എനിക്ക് നിർവഹിക്കാൻ വേണ്ടി സാധിച്ചില്ല എങ്കിലും അടുത്ത വർഷം ഇൻഷാ അല്ലാഹ് എന്തായാലും എനിക്ക് ഉംറയ്ക്കുള്ള അവസരം നൽകണം, ഹജ്ജിനുള്ള അവസരം നൽകണം, സിയാറത്തിനുള്ള അവസരം നൽകണം എന്ന് അള്ളാഹുവിനോട് നമുക്ക് ചോദിക്കാവുന്നതാണ്. അതേ പ്രകാരം തന്നെ അൽഹംദുലില്ലാഹ് നമ്മൾ ഈ മഹാമാരിയിൽ നിന്നും അള്ളാഹുവിനോട് കാവലിനെ തേടിക്കൊണ്ടേയിരിക്കണം. അല്ല, നമസ്കാരത്തിന്റെ എല്ലാ അവസ്ഥകളിലും അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കണം, അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക മിനൽ ബറസി വൽ ജുനൂനി വൽ ജുസാമി മിൻ സയ്യിൽ അസ്ഖാം എന്ന് നമ്മൾ അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹുമ്മ സ്രിഫ് അന്നൽ വബാ വൽ ബലാ, അല്ലാഹു ഈ മഹാവ്യാധിയിൽ നിന്നും മാനവരാശിയെ നീ കാത്തു രക്ഷിക്കണമെന്ന് അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടേയിരിക്കണം. നമുക്ക് വേണ്ടി മാത്രമല്ല നമ്മൾ ദുആ ചെയ്യേണ്ടത്, ആർക്കെല്ലാം വേണ്ടി ദുആ ചെയ്യുന്നോ അതിന്റെ എല്ലാം പ്രതിഫലം നമുക്ക് ലഭിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. സത്യവിശ്വാസികൾക്ക് വേണ്ടി ചെയ്യുന്ന ദുആന്റെ മഹത്തായ ദുആ, അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് എന്ന് പറയുന്നുവെങ്കിൽ എത്ര മുഅ്മിനുകളും മുസ്ലിമാത്തുകളും ഉണ്ടോ അതിനനുസരിച്ച പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് ആത്മാർത്ഥമായി അള്ളാഹുവിനോട് ദുആ ചെയ്യുക. ഈ മഹാമാരിയിൽ നിന്നും ഈ ഉമ്മത്തിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കാൻ വേണ്ടി അള്ളാഹുവിനോട് നമ്മൾ കാര്യമായി ദുആ ചെയ്യുക. മൂന്നാമതായി നമ്മൾ ചെയ്യേണ്ടത് ഹജ്ജിന് ഉദ്ദേശിച്ച സമയങ്ങളിൽ ഹജ്ജിന്റെ അമലുകളുമായി നമ്മുടെ ഹൃദയത്തെ ബന്ധപ്പെടുത്തുക എന്നുള്ളതാണ്. ഹജ്ജിന്റെ അമലുമായി നമ്മുടെ ഹൃദയത്തെ നമ്മളൊന്ന് ബന്ധപ്പെടുത്തിക്കൊണ്ടേയിരിക്കണം. ഒരിക്കലും ഹജ്ജ് എനിക്ക് നഷ്ടപ്പെട്ടു പോയി നിരാശപ്പെടരുത്. മറിച്ച് നമ്മുടെ ഹൃദയം കൊണ്ട് നമ്മളൊന്ന് തവാഫ് ചെയ്യണം, നമ്മുടെ ഹൃദയം കൊണ്ട് നമ്മളൊന്ന് സഅയ് ചെയ്യണം, നമ്മുടെ ഹൃദയം കൊണ്ട് മദീന ഒന്ന് സന്ദർശിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നമ്മുടെ ഹൃദയം കൊണ്ട് ഹൃദയംഗമമായി തങ്ങൾക്ക് നമ്മൾ സലാം പറയണം. അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് ഒന്ന് ഹൃദയം കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സലാം പറയണം. ഇങ്ങനെ നമ്മുടെ ഹൃദയത്തെ വിശുദ്ധമായ പ്രദേശങ്ങളുമായി നിരന്തരം ബന്ധപ്പെടുത്തിക്കൊണ്ടേയിരിക്കണം. ആ പ്രദേശങ്ങളുമായുള്ള നമ്മളുടെ ബന്ധം നമ്മൾ പുതുക്കിക്കൊണ്ടേയിരിക്കണം. എങ്കിൽ മാത്രമേ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിനുള്ള ഒരു തൗഫീഖ് നമുക്ക് നൽകുകയുള്ളൂ. ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ ആലോചിച്ച് നോക്കണം, അള്ളാഹു ഞാനെങ്ങാനും ഹജ്ജിന് പോയിരുന്നുവെങ്കിൽ ഈ ദിവസം നിന്റെ പരിശുദ്ധമായ കഅബ ശരീഫിന് മുമ്പിലാകുമായിരുന്നു. കഅബ ശരീഫ് റസൂലുള്ളാഹി അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനോട് പണിയാൻ വേണ്ടി പറഞ്ഞത് 4 അമലുകൾ നിർവഹിക്കാൻ വേണ്ടിയാണ്. ആ 4 അമലുകൾ കൊണ്ട് അല്ലാഹുവിനെ നമ്മൾ സന്തോഷപ്പെടുത്തിക്കൊണ്ടേയിരിക്കണം. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചു, വതഹിറാ ബൈതിയ ലിൽഫായിഫീന വൽ ആകിഫീന വറുക്കഇ സുജൂദ്. 4 കാരണങ്ങൾക്ക് വേണ്ടി എന്റെ വീടിനെ നീ പുനരുദ്ധരിക്കണം, ഒന്ന് ശുദ്ധിയാക്കണം ഇബ്രാഹിമി എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ നമ്മെ അറിയിച്ചു തന്നിരിക്കുകയാണ്. എന്താണ് 4 കാര്യങ്ങൾ? വതഹിറാ ബൈതിയ, എന്റെ വീടിനെ നീ ഒന്ന് ശുദ്ധീകരിക്കണം, ഒന്ന് പുനഃക്രമീകരിക്കണം. എന്തിനു വേണ്ടിയാണ്? ലിൽഫായിഫീന, തവാഫ് ചെയ്യാൻ വേണ്ടി, വൽ ആകിഫീന, ഇഅ്തികാഫ് ചെയ്യാൻ വേണ്ടി, വറുക്കഇ, റുകൂ ചെയ്യാൻ വേണ്ടി, സുജൂദ് ചെയ്യാൻ വേണ്ടി. അത് തവാഫ് കഅബയിൽ മാത്രമേ ഉള്ളൂ. ബാക്കി 3 അമലുകളും നമ്മുടെ വീടുകളിൽ നമ്മുടെ നാടുകളിൽ നിർവഹിക്കാൻ വേണ്ടി സാധിക്കും.
കഴിയുന്നത്ര സമയം അള്ളാഹുവിന്റെ ഭവനത്തിലേക്ക് കാത്തിരിക്കണം. കഴിയുന്നത്ര സമയം നമസ്കാരത്തിലും സുജൂദിലും റുക്കുഴിലുമായി നമ്മുടെ സമയത്ത് നമ്മൾ അള്ളാഹുവിന് വേണ്ടി ചെലവഴിച്ചുകൊണ്ടിരിക്കണം. നമ്മുടെ കണ്ണുകളെ സൂക്ഷിക്കണം, നമ്മുടെ അയവയവങ്ങളെ സൂക്ഷിക്കണം. വിശുദ്ധമായ കഅബ കാണുമ്പോൾ ഒരു മനുഷ്യന്റെ കണ്ണിനെ എപ്രകാരം സൂക്ഷിക്കാൻ വേണ്ടി സാധിക്കുമോ അതേ പ്രകാരം തന്നെ നാടുകളിൽ താമസിക്കുമ്പോഴും ഞാൻ ഹജ്ജിന്റെ സന്ദർഭങ്ങളിൽ ഹജ്ജിലായിരുന്നുവെങ്കിൽ, മക്കയിലായിരുന്നുവെങ്കിൽ എന്റെ കണ്ണുകളെ എനിക്ക് എപ്രകാരം സൂക്ഷിക്കാൻ വേണ്ടി സാധിക്കുമായിരുന്നോ അപ്രകാരം ഈ ഭൂമിയിൽ വെച്ച് എന്റെ സ്വന്തം നാട്ടിൽ വെച്ച് ഞാൻ സൂക്ഷിക്കും. ഹജ്ജിന് പോയിരിക്കുന്ന ഒരു പ്രതീതി, ഒരു അനുഭവം ഇൻഷാ അല്ലാഹ് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. എങ്കിൽ മാത്രമേ അൽഹംദുലില്ലാഹ് ഈ ഹജ്ജിന് പോകാത്തതിന്റെ ആ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുകയുള്ളൂ. അതുകൊണ്ട് യഥാർത്ഥമായ രൂപത്തിൽ ഹജ്ജിന്റെ അമലുകൾ നമുക്ക് നഷ്ടപ്പെട്ടു പോയി എന്ന ഒരു ചിന്തയോടുകൂടി അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങാൻ, ഇസ്തിഗ്ഫാർ ചെയ്ത് മടങ്ങാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അവസരം നൽകിയിരിക്കുകയാണ്. അള്ളാഹുവിന്റെ മുമ്പിലേക്ക് നമ്മൾ തൗബ ചെയ്യുക. അള്ളാഹു എന്തെങ്കിലും പാപത്തിന്റെ കാരണത്തിന്റെ പേരിലാണ് എനിക്ക് ഹജ്ജ് നിഷേധിക്കപ്പെട്ടതെങ്കിൽ, എന്തെങ്കിലും കുറവിന്റെ പേരിലാണ് എനിക്ക് ഹജ്ജ് നിഷേധിക്കപ്പെട്ടതെങ്കിൽ, എന്തെങ്കിലും കുറ്റങ്ങളുടെ പേരിലാണ് എനിക്ക് ഹജ്ജ് നിഷേധിക്കപ്പെട്ടതെങ്കിൽ, അള്ളാഹു ആ കുറ്റങ്ങളിൽ നിന്നും, ആ പാപങ്ങളിൽ നിന്നും, ആ തെറ്റുകളിൽ നിന്നും ഞാനിതാ ഖേദിച്ചു മടങ്ങുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്തിഗ്ഫാർ ചെയ്യാനുള്ള ഒരു അസുലഭമായ സന്ദർഭം അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിരിക്കുകയാണ്. ഇസ്തിഗ്ഫാറുകൾ കൊണ്ട് നമ്മുടെ രക്ഷിതാവിലേക്ക് ഇൻഷാ അല്ലാഹ് നമുക്ക് അടുക്കാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ ഇസ്തിഗ്ഫാർ കൊണ്ട്, തസ്ബീഹുകൾ കൊണ്ട്, അതേപ്രകാരം തന്നെ സലാത്തുകൾ കൊണ്ട് നമ്മളുടെ അമലുകളെ നമ്മൾ പുനരുജ്ജീവിക്കണം. ബഹുമാനപ്പെട്ട ഉലമാക്കൾ നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട്. ഹജ്ജിന് വേണ്ടി നമ്മൾ പോകാൻ വേണ്ടി ഉദ്ദേശിച്ചു, 40 ദിവസമോ അല്ലെങ്കിൽ അതിൽ കുറഞ്ഞ ദിവസമോ ഹജ്ജിന് വേണ്ടി നമ്മൾ മാറ്റിവെച്ചു. ഈ ദിവസങ്ങളിൽ മുഴുവനും പൂർണ്ണമായും 5 അമലുകളിൽ നമ്മുടെ സമയത്തെ നമ്മൾ ചെലവഴിക്കാൻ വേണ്ടി നമ്മൾ ആലോചിക്കണം. ഏറ്റവും പ്രധാനമായി ചെയ്യേണ്ടത് അള്ളാഹുവിന്റെ ദിക്റുകൾ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. നാവ് അള്ളാഹുവിന്റെ ദിക്റിലായി നനഞ്ഞുകൊണ്ടേയിരിക്കണം. അല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹു യമനിലേക്ക് യാത്രയാക്കുമ്പോൾ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, സാരസമ്പൂർണമായ ഉപദേശം എനിക്ക് നൽകിയാൽ. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹു യാത്രയാക്കുകയാണ്. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അല്ലയോ മുആദ്, നീ തിരിച്ചു വന്നാൽ, യമനിൽ നിന്ന് തിരിച്ചു വന്നാൽ ഒരുപക്ഷെ എന്നെ നിനക്ക് കണ്ടെന്ന് വരില്ല, മറിച്ച് എന്റെ ഖബറായി നീ കാണുക എന്ന് പറഞ്ഞപ്പോൾ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹു കരച്ചിലടക്കാൻ സാധിച്ചില്ല. അദ്ദേഹത്തിന്റെ കണ്ണുകൾ കണ്ണുനീരാൽ നിറഞ്ഞു. തന്റെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന തന്റെ പ്രിയപ്പെട്ട ഹബീബ് ലോകത്തോട് വിടവാങ്ങുകയാണ്. എനിക്ക് എന്റെ ഹബീബിനെ എനിക്ക് കാണാൻ വേണ്ടി സാധിക്കില്ല, ഇത് എങ്ങനെ എനിക്ക് കാണാൻ വേണ്ടി സാധിക്കുമെന്ന് ഖേദത്തോടു കൂടി മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ രംഗം നമ്മൾ ആലോചിക്കുന്നു. താൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന തന്റെ പ്രിയപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ വഫാത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ആ സമയം മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, എനിക്ക് ഏറ്റവും നല്ല ഒരു ഉപദേശം നൽകിയാലെന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകിയ ഉപദേശം എന്താണ്? മുആദ്, നിന്റെ മരണം നിന്റെ നാവ് ദിക്റിലായിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ വരലാണ് ഏറ്റവും നല്ല അമൽ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ആലോചിച്ച് നോക്കൂ സഹോദരന്മാരെ, നമ്മുടെ നാവിന് ദിക്റുകളിലായി നമ്മൾ ചലിപ്പിച്ചുകൊണ്ടിരിക്കണം. ഏറ്റവും വലിയ ഇബാദത്ത് വല ദിക്റുല്ലാഹി അക്ബർ. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഏറ്റവും വലിയ ഇബാദത്ത് അല്ലാഹുവിന്റെ ദിക്റുകൾ കഴിഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. രണ്ടാമത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സലാത്തുകൾ പറഞ്ഞുകൊണ്ടിരിക്കണം. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്നല്ലാഹു വമലായികതുഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലൂ അലൈഹി വസല്ലിമു തസ്ലീമ. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലെ അമൽ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. എന്താണ് അമൽ? ഞാനും എന്റെ മലക്കുകളും ചെയ്യുന്ന ഒരു അമൽ. സത്യവിശ്വാസികൾക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല നിർബന്ധപൂർവ്വം കൽപ്പിച്ചിരിക്കുന്ന ഒരേ അമൽ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലുള്ള സലാത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്നല്ലാഹ വമലായികതുഹു, നിശ്ചയമായും അല്ലാഹുവും അവന്റെ മലക്കുകളും യുസല്ലൂന അലൻ നബി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, സല്ലൂ അലൈഹി വസല്ലിമു തസ്ലീമ, ആ പ്രവാചകന്റെ പേരിൽ നിങ്ങൾ സലാത്ത് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കൂ. ആലോചിച്ച് ഈ സലാത്ത് പറയുമ്പോൾ നമുക്കൊരു കാര്യം ഓർമ്മ വരണം, അല്ലാഹുവും അവന്റെ മലക്കുകളും ചെയ്യുന്ന ഒരു കർമ്മമാണ് ഞാൻ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നതുള്ള ഒരു ബോധത്തോടു കൂടിയായിട്ട് നമുക്ക് നിർവഹിക്കാൻ വേണ്ടി സാധിക്കും. എന്റെ റബ്ബും ആ റബ്ബിന്റെ മലക്കുകളും നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന അമലാണ് ഞാൻ നിർവഹിക്കുന്നതെന്ന് നമുക്ക് അറിയില്ല. ഒരു തോന്നലുണ്ടാകാൻ വേണ്ടി നമുക്ക് സാധിക്കണം. എങ്കിൽ മാത്രമേ ആ സലാത്തിന്റെ യഥാർത്ഥമായ പ്രതിഫലം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. മൂന്നാമത്തെ നമ്മൾ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കണം. ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുന്നതിന് കാരണമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളം അനുഗ്രഹങ്ങൾ നൽകും. അല്ല, സൂറത്തുൽ നൂഹിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, നിങ്ങൾ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ചാൽ നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല
മഴ പെയ്യിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. നിങ്ങളുടെ പാപങ്ങൾ കൊടുത്തു തരും, നിങ്ങൾക്ക് സന്താനങ്ങൾ നൽകും അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ നമുക്ക് അറിയിക്കുന്നു. മറ്റൊരു സ്ഥലത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു സൂറത്തുൽ അൻഫാലിലെ, നിങ്ങൾ ഇസ്തിഗ്ഫാർ പറയുന്നുവെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വമാ കാന അല്ലാഹു യുഅദ്ദിബുഹും വഅൻത ഫീഹിം വമാ കാന അല്ലാഹു മുഅദ്ദിബുഹും വഹും യസ്തഗ്ഫിറൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അറിയിച്ചു, തങ്ങളെങ്ങാനും ജീവിക്കുന്ന ഒരു സമൂഹത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ശിക്ഷ ഇറക്കുകയില്ല. വമാ കാന അല്ലാഹു യുഅദ്ദിബുഹും വഅൻത ഫീഹിം, തങ്ങളെങ്ങാനും ഒരു സമൂഹത്തിൽ ജീവിക്കുന്നുവെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ശിക്ഷ ഇറക്കുകയില്ല എന്ന് പറഞ്ഞ അതേ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വമാ കാന അല്ലാഹു മുഅദ്ദിബുഹും വഹും യസ്തഗ്ഫിറൂൻ. അവർ ഇസ്തിഗ്ഫാർ പറയുന്നവരാണെങ്കിൽ അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ശിക്ഷ നൽകില്ല എന്ന് പറഞ്ഞു. സഹോദരന്മാരെ, ഈ ശിക്ഷ നമുക്ക് അറിയാവുന്ന ശിക്ഷയാണ്. ലോകം മുഴുവൻ ഇന്ന് ഭയത്തിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ലോകം മുഴുവൻ ഇന്ന് ഒറ്റപ്പെട്ട് കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ലോകം മുഴുവൻ രോഗത്തിന്റെ രോഗാവസ്ഥയിൽ നിന്ന് തള്ളി നീക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആലോചിച്ച് നോക്കണം. ഇസ്തിഗ്ഫാർ പറയുന്നുവെങ്കിൽ ഈ ശിക്ഷയെ അല്ലാഹു സുബ്ഹാനഹു വ തആല പിൻവലിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഇസ്തിഗ്ഫാർ വർദ്ധിക്കണം. മൂന്നാമത്തെ ആംഗിൾ. നാലാമത്തെ ആംഗിൾ നമ്മൾ അല്ലാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടേയിരിക്കും. അള്ളാഹുവിനോട് നിരന്തരം ദുആ ചെയ്തുകൊണ്ടേയിരിക്കണം. ദുആ ചെയ്യാത്ത ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിഗണിക്കുക പോലുമില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഫുർഖാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ധാരാളമായി അല്ലാഹുവിനോട് ദുആ ചെയ്യണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഏറ്റവും ബലഹീനനായ മനുഷ്യൻ ആരാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? സഹാബാക്കൾ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂൽ അറിയും എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഏറ്റവും ബലഹീനനായ മനുഷ്യൻ അല്ലാഹുവിന്റെ മുമ്പിൽ ദുആ ചെയ്യാൻ കഴിയാത്ത മനുഷ്യനാണ്. അതുകൊണ്ട് അല്ലാഹുവിന്റെ മുമ്പിൽ ധാരാളമായി ദുആ ചെയ്യണം. അഞ്ചാമത്തത്, അല്ലാഹുവിന്റെ കിതാബ് നമ്മൾ നിരന്തരം പാരായണം ചെയ്തുകൊണ്ടിരിക്കണം. വിശുദ്ധ ഖുർആൻ നമ്മൾ പാരായണം ചെയ്തുകൊണ്ടിരിക്കണം. ഇത് അല്ലാഹുവിന്റെ കലാമാണ്. അല്ലാഹുവുമായി അടുക്കാനുള്ള ഏറ്റവും എളുപ്പ വഴി അല്ലാഹുവിന്റെ കലാം നമ്മൾ പാരായണം ചെയ്യുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ട് അൽഹംദുലില്ലാഹ് നമുക്ക് ഹജ്ജിൽ പോകാൻ വേണ്ടി സാധിച്ചില്ല. പക്ഷെ ഹജ്ജിന് വേണ്ടി നമ്മൾ മാറ്റിവെച്ച 40 ദിവസക്കാലം, ഹജ്ജിന് വേണ്ടി നമ്മൾ മാറ്റിവെച്ച 1 മാസക്കാലം, ഹജ്ജിന് വേണ്ടി നമ്മൾ മാറ്റിവെച്ച അനിശ്ചിതമായ ദിവസക്കാലം, ഈ അമലുകളിലായി നമ്മൾ അല്ലാഹുവിനെ തൃപ്തിപ്പെടുത്തിക്കൊണ്ടിരിക്കണം. ഒന്നുകിൽ നമ്മൾ ദിക്റിലായിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ സലാത്തിലായിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ ഇസ്തിഗ്ഫാറിലായിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ ദുആയിലായിരിക്കണം. അതല്ല എങ്കിൽ നമ്മളെ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നതിലായിരിക്കണം. ഇങ്ങനെ റബ്ബുമായി അടുക്കാനുള്ള എല്ലാ വഴികളിൽ കൂടി നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കണം. ഒപ്പം നമ്മുടെ സഹജീവികളെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒരു സന്ദർഭം കൂടിയാണ്. നമുക്കറിയാം, എത്രയോ ആളുകൾ ഇന്ന് പരീക്ഷണങ്ങളിലൂടെ അകപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ സന്ദർഭത്തിലേക്ക് നമുക്ക് ഏതെല്ലാം പ്രകാരം ആളുകളെ സഹായിക്കാൻ വേണ്ടി സാധിക്കുമോ ആ പ്രകാരം എല്ലാവർക്കും ആളുകളെ സഹായിച്ചുകൊണ്ടിരിക്കേണ്ടതാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റഹിമഹുല്ലാഹു തആലയുടെ ഉദാഹരണം, ഹജ്ജിന് വേണ്ടി മാറ്റിവെച്ച സമ്പത്ത് അദ്ദേഹം ചെലവഴിച്ച അല്ലാഹു സുബ്ഹാനഹു വ തആല ഹജ്ജിന്റെ പ്രതിഫലം വാഗ്ദാനം ചെയ്തു. അല്ലെ, വാഗ്ദാനത്തിൽ ഒരു ചെരുപ്പ് കുത്തിയുടെ സംഭവം നമ്മൾ പറഞ്ഞു. അദ്ദേഹം ഹജ്ജിന് വേണ്ടി പുറപ്പെട്ടു. ആ സമ്പത്ത് മുഴുവനും ആ വിശക്കുന്ന ഒരു മനുഷ്യന് വേണ്ടി അദ്ദേഹം ചെലവഴിച്ച അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് മഖ്ബൂലായ ഹജ്ജിന്റെ പ്രതിഫലം അൽഹംദുലില്ലാഹ് ആ കാലഘട്ടത്തിൽ ആളുകൾക്ക് അറിയിച്ചു കൊടുത്തു. നമ്മുടെ അൽഹംദുലില്ലാഹ് ഹജ്ജിന് വേണ്ടി പുറപ്പെടാൻ വേണ്ടി സാധിച്ചില്ല. ആ സമ്പത്ത് നമ്മുടെ സഹോദരങ്ങളുടെ കണ്ണീരൊപ്പാൻ വേണ്ടി, അവരുടെ പട്ടിണി മാറ്റാൻ വേണ്ടി, അവരുടെ നഗ്നത തീർക്കാൻ വേണ്ടി, അവർക്ക് അഭയം നൽകാൻ വേണ്ടി നമ്മൾ ചെലവഴിക്കുന്നുവെങ്കിൽ തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല ഹജ്ജിന്റെ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും. ഈ കാലഘട്ടത്തിന്റെ ഹജ്ജ് അതാണെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയേണ്ടതുണ്ട്. അൽഹംദുലില്ലാഹ് ഏറ്റവും അവസാനമായി എനിക്ക് എന്റെ പ്രിയപ്പെട്ട ഹാജിമാരോട്, ബഹുമാനമുള്ള എന്റെ ഹജ്ജമ്മമാരോടും ഹാജിമാരോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഹജ്ജിന്റെ ദിവസങ്ങളൊന്നും നിങ്ങൾ ഓർമ്മിക്കണം. ഹജ്ജിന്റെ ദിവസങ്ങൾ 6 ദിവസങ്ങളാണ്. നിങ്ങളുടെ മനസ്സിനെ മുഴുവനും ഹജ്ജിന്റെ അമലുകളിലേക്ക് നിങ്ങളൊന്ന് പറിച്ചു നടാൻ ആ സമയത്തെങ്കിലും ഇൻഷാ അല്ലാഹ് ഒന്ന് ദുൽഹജ്ജ് 8ന്റെ ദിവസം, അന്ന് യൗമുൻ നഹർ, അന്ന് യൗമു തർവിയ എന്നാണ് അറിയപ്പെടുന്നത്. ഹജ്ജിന് വേണ്ടി ഒരുങ്ങാൻ വേണ്ടി ഹാജിർ മിനായിലേക്ക് നീങ്ങുന്ന ദിവസം. അന്നത്തെ ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബാക്കളോട് മിനയിലായിരുന്നു. മിനയിൽ 5 വക്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമസ്കരിച്ചു. ദുൽഹജ്ജ് 8 ദുഹർ, അസർ, മഗ്രിബ്, ഇശ. ദുൽഹജ്ജ് 9 ഫജ്ർ, സുബഹി നമസ്കാരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിനയിലാണ് നമസ്കരിച്ചത്. ഹജ്ജിന്റെ ദിവസം കടന്നു വരുമ്പോൾ, ദുൽഹജ്ജ് 8 കടന്നു വരുമ്പോൾ, യൗമു തർവിയ നമ്മുടെ മുന്നിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ മിനായിലാണെന്നുള്ള ബോധത്തോടു കൂടിയായിരിക്കണം ഇൻഷാ അല്ലാഹ് ജീവിക്കേണ്ടത്. എങ്കിൽ മാത്രമേ അൽഹംദുലില്ലാഹ് ഹജ്ജിന്റെ ആ പ്രതിഫലം നമുക്ക് അല്ലാഹുവിൽ നിന്ന് പൂർണ്ണമായി വാങ്ങിയെടുക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. യൗമു തർവിയ, ആ ഹജ്ജിന് വേണ്ടിയുള്ള ഒരുക്കത്തിന്റെ ദിവസം, ദുൽഹജ്ജ് 8 അന്നത്തെ ദിവസം മുതൽ ഇൻഷാ അല്ലാഹ് ഹജ്ജിന്റെ അമലുകളിലേക്ക് പൂർണ്ണമായി നമ്മുടെ ശരീരത്തെ ഒന്ന് മാറ്റി വെക്കണം. ദുൽഹജ്ജ് 9 യൗമുൽ അറഫ, ദുൽഹജ്ജ് 10 യൗമുൻ നഹർ അറഫയുടെ ദിവസം, ദുൽഹജ്ജ് 11, 12, 13 അയ്യാമത്തെ ശരീരത്തിന്റെ ദിവസങ്ങൾ. ഈ ദിവസങ്ങൾ മുഴുവനും ഹാജിമാർ അൽഹംദുലില്ലാഹ് പരിശുദ്ധമായ ആ മുഖദ്ദിസായ ഏറ്റവും പരിശുദ്ധമായ മിനയിലും മുസ്ദലിഫയിലും അറഫയിലുമായി അവർ കഴിഞ്ഞുകൂടുന്ന ദിവസങ്ങളിലാണ്. ഈ ദിവസങ്ങളിൽ നമ്മുടെ ഹൃദയത്തെ അറഫയിലേക്കും മുസ്ദലിഫയിലേക്കും മിനയിലേക്കും പറിച്ചു നടാൻ വേണ്ടി നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അവിടെ ഹാജിമാർ ചെയ്യുന്ന അമലുകളോടൊപ്പം നിന്നുകൊണ്ട് നമ്മുടെ അമലുകൾ നിർവഹിക്കണം. ഏറ്റവും പ്രധാനപ്പെട്ടത് ദുൽഹജ്ജ് 9 നോമ്പ് ഇൻഷാ അല്ലാഹ് നമ്മൾ അനുഷ്ഠിക്കണം എന്നുള്ളതാണ്.
ആ നോമ്പിന്റെ പ്രതിഫലം എന്താണ്? ഒരു വർഷത്തെ അർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പാപങ്ങൾ മുഴുവൻ കഴുകിക്കളയും. ഈ വർഷം ഹജ്ജ് നിർവഹിക്കാൻ വേണ്ടി സാധിച്ചില്ല, അതിന് പരിഹാരമായി അല്ലാഹുവിന്റെ മുമ്പിലേക്ക് നമ്മൾക്ക് നോമ്പനുഷ്ഠിച്ചുകൊണ്ട് അല്ലാഹുവിലേക്ക് തൗബ ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കും. അതേപ്രകാരം തന്നെ ഉദൂയ്യത്ത് എന്ന മഹത്തായ കർമ്മം ഹജ്ജിന് വേണ്ടി പോയിരുന്നുവെങ്കിൽ നമ്മൾ ഹാജിമാർ അൽഹംദുലില്ലാഹ് ഹാജിമാർ ഉദൂയ്യത്ത് നിർവഹിക്കുമായിരുന്നു. അവിടെ വെച്ച് അൽഹംദുലില്ലാഹ് നമ്മൾ ആടിനെ അറുക്കുമായിരുന്നു. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ത്യാഗോജ്ജലമായ ഒരു ജീവിതം, തന്റെ ഏറ്റവും പ്രിയപ്പെട്ട മകൻ ഇസ്മായിലിനെ അല്ലാഹുവിന് വേണ്ടി സമർപ്പിക്കാൻ വേണ്ടി തയ്യാറായ ആ മഹത്തായ കർമ്മത്തെ അനുസ്മരിക്കുന്ന ഹാജിമാരുടെ വലിയ അനുസ്മരിക്കുന്ന രൂപത്തിൽ നമ്മുടെ നാടുകളിൽ നമ്മൾ ഉദൂയ്യത്തിന് വേണ്ടി തയ്യാറാവുകയും ഉദൂയ്യത്തിന്റെ ഇറച്ചി അൽഹംദുലില്ലാഹ് നമ്മൾ ആളുകൾക്ക് വിതരണം ചെയ്യുകയും ചെയ്യുമ്പോൾ എന്റെ റബ്ബ് എനിക്ക് ഹജ്ജിന് വേണ്ടി എനിക്ക് തൗഫീഖ് നൽകിയില്ല എങ്കിലും ദുൽഹജ്ജ് 9 നിന്ന് നോമ്പ് ഞാൻ അനുഷ്ഠിച്ചു, ദുൽഹജ്ജ് 10 ഞാൻ പെരുന്നാൾ കൊണ്ടാടി, അൽഹംദുലില്ലാഹ് അതിനുശേഷം ഞാൻ അല്ലാഹുവിന് വേണ്ടി അൽഹംദുലില്ലാഹ് ഉദൂയ്യത്ത് നിർവഹിച്ചു. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിനെ നടത്തുന്നതിന് ഓർമ്മ എന്ന നിലയിൽ ഹാജിമാർ പരിശുദ്ധമായ മക്കയിൽ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ആ കർമ്മത്തിന് സാക്ഷികളാകാൻ വേണ്ടി എന്റെ നാടുകളിൽ ഞാൻ ഉദൂയ്യത്ത് നിർവഹിച്ചു. അയ്യാമത്തെ ശരിക്കേണ്ട ദിവസങ്ങളിൽ തക്ബീർ ധ്വനികൾ കൊണ്ട് നമ്മുടെ നാടുകൾ നമുക്ക് മുഖരിതമാക്കാൻ വേണ്ടി സാധിക്കുന്നുവെങ്കിൽ തീർച്ചയായും ഹജ്ജ് ചെയ്യാതെ തന്നെ ഹജ്ജിന്റെ സമ്പൂർണ്ണമായ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്നതാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഹാജിമാരോട് എനിക്ക് അവസാനമായി പറയാനുള്ളത്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വർഷത്തെ ഹജ്ജിന് നമ്മളെ തെരഞ്ഞെടുത്തില്ലായെങ്കിലും അടുത്ത വർഷത്തെ ഹജ്ജിന് വേണ്ടി നമ്മൾ പരിപൂർണമായി ഒരുങ്ങേണ്ടതാണ്. ഒരിക്കലും തന്നെ നമുക്ക് നിരാശയല്ല വേണ്ടത്. എന്റെ റബ്ബിനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ആരും ഹജ്ജിന് സ്വന്തമായി പോകുന്നില്ല. ബഹുമാനപ്പെട്ട ഉലമാക്കൾ പറയുന്നത് ഞാൻ നേരിട്ട് കേട്ടിട്ടുണ്ട്. ആരും ഹജ്ജിന് വേണ്ടി സ്വന്തമായി പോകുന്നില്ല. ആരെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിളിക്കുന്നോ, ആരെല്ലാം ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ വിളിക്ക് ഉത്തരം നൽകിയോ, ലബ്ബൈക എന്ന് പറഞ്ഞുകൊണ്ട് ആരെല്ലാം ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ വിളിക്ക് ഉത്തരം നൽകിയോ അവർക്ക് മാത്രമേ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹജ്ജിന് വേണ്ടിയുള്ള തൗഫീഖ് നൽകുകയുള്ളൂ. അതുകൊണ്ട് ഹജ്ജിന് അല്ലാഹു കൊണ്ടുപോവുകയാണ്, ആരും സ്വന്തമായി കൊണ്ടുപോകുന്നില്ല. അല്ലാഹുവിന് തൗബ ചെയ്തുകൊണ്ട് ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ട് ആ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ വിളിക്ക് ലബ്ബൈക പറയാനുള്ള സൗഭാഗ്യം നമ്മുടെ ആത്മാവിന് നൽകണം എന്ന് അല്ലാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് അല്ലാഹുവിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്തുകൊണ്ട് നമ്മൾ കാത്തിരിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അടുത്ത വർഷത്തേക്കുള്ള ഹജ്ജിന് വേണ്ടിയുള്ള അവസരം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും. അതിനുള്ള പ്രതീക്ഷയാണ് നമ്മുടെ ഹാജിമാർ നിർവഹിക്കേണ്ടത്. ആ പ്രതീക്ഷയോട് കൂടിയായിട്ട് നമ്മൾ കാത്തിരിക്കണം. അതിനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സർവശക്തനായ തമ്പുരാൻ ആരെല്ലാം ഹജ്ജിന് വേണ്ടി ഉദ്ദേശിച്ചോ, ആർക്കെല്ലാം ഹജ്ജിന് വേണ്ടി പോകാൻ വേണ്ടി സാധിച്ചില്ലയോ അവരുടെ എല്ലാവരുടെയും ആഗ്രഹങ്ങൾ അല്ലാഹു പൂർത്തീകരിച്ചു കൊടുക്കുമാറാകട്ടെ. അവർക്ക് ഹജ്ജ് നിർവഹിച്ച പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവർക്ക് യഥാർത്ഥമായ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പ്രശ്നങ്ങൾക്ക് നടുവിൽ ആർക്കെല്ലാം ഹജ്ജിനുള്ള സൗഭാഗ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തു നിന്നും തെരഞ്ഞെടുത്ത് നൽകിയോ അവരുടെ ഹജ്ജ് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. അത് കാരണമായി ലോകത്തിന്റെ മുഴുവൻ പ്രശ്നങ്ങൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല പരിഹാരം നൽകുമാറാകട്ടെ. ഹജ്ജ് ഉദ്ദേശിച്ച ആളുകൾക്ക് മുഴുവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ മഹാമാരിയിൽ നിന്നും, ഈ കൊറോണ എന്ന് പറയപ്പെടുന്ന വൈറസിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തികളെയും ലോകത്തിലെ മുഴുവൻ മനുഷ്യരാശിയും രക്ഷപ്പെടുത്തുമാറാകട്ടെ. ഈ മഹാവ്യാധിയിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല കരകയറ്റുമാറാകട്ടെ. ഇതിന്റെ പ്രയാസം അനുഭവിക്കുന്ന എത്രയോ ആളുകൾ പ്രവാസ ലോകത്തുണ്ട്, എത്രയോ ആളുകൾ നമ്മുടെ നാടുകളിലുണ്ട്, എത്രയോ കച്ചവടക്കാരുണ്ട്, വിഷമങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ട്. അവരുടെ വിഷമങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ദൂരീകരിച്ചു തരുമാറാകട്ടെ. നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എത്രയും പെട്ടെന്ന് ഹജ്ജിനുള്ള തൗഫീഖും ഭാഗ്യവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മാഫാക്കി തരുമാറാകട്ടെ. اللهم إنا نسألك خير ما سألك نبيك حبيبك محمد صلى الله عليه وسلم. اللهم إنا نعوذ بك من شر ما استعاذك نبيك حبيبك محمد صلى الله عليه وسلم. اللهم أنت المستعان وعليك البلاغ لا حول ولا قوة إلا بالله العلي العظيم. وآخر دعوانا الحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب